الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അമ്മീനെ കുറച്ച് കയറിയിരുന്നോ? നല്ലോണം ശ്രദ്ധിക്കട്ടാ. വലിയ പറഞ്ഞു തന്നെ ഞാൻ ചോദിക്കൂ. ബയാനു സബബില്ലദീ ബിഹി യുനാലു ഹുസ്നുൽ ഖൽഖി. അതില്ലേ നമ്മൾ തുടങ്ങേണ്ടത്? കണ്ടിട്ടില്ല? സാലിമ നോക്കണം. ഹുസ്നുൽ ഖുലുഖ് എന്തുകൊണ്ട് കരസ്ഥമാക്കാം, അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ഖദ് അറഫ്ത അന്ന ഹുസ്നുൽ ഖുലുഖി യർജിഉ ഇലാ ഇഅ്തിദാലി ഖുവ്വത്തിൽ അഖലി വകമാലിൽ ഹിക്മതി വഇലാ ഇഅ്തിദാലി ഖുവ്വത്തിൽ ഗളബി വശഹവതി വകൗനിഹാ ലിൽ അഖലി മുതീഅതൻ വലിശറഇ. നിങ്ങളെ ഹുസ്നുൽ ഖുലുഖ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഖുവ്വത്തുൽ അഖലി, നല്ല ഏറാണ്ടും കുറയാണ്ടും നിൽക്കുക. ഇപ്രാത്തും വേണ്ട തപ്പനീത്തും വേണമെങ്കിൽ ബേക്കിലേക്ക് പോയാൽ ഒറ്റയ്ക്കിരിക്കരുത്, അതല്ലേ. രണ്ടാമത്തെ എന്താണ്? കമാലിൽ ഹിക്മത്ത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഏറുകയോ കുറയുകയോ ചെയ്താലുണ്ടാകുന്ന ദൂഷ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അടുക്ക് നിൽക്കണം. ഇപ്രാത്തും പറ്റൂല, തപ്പനീത്തും പറ്റൂല. വൈലൈറ്റിദാല് ഖുവ്വത്തിൽ ഗളബി, ഗളബിയായ ഖുവ്വത്തും എന്താക്കണം? സമമാകണം. നന്നാ കുറഞ്ഞാൽ എന്താ, ഇപ്പോൾ അട്ടത്ത് കയറി കുടിക്കും, ഒരു പ്രശ്നങ്ങൾ നേരിടാൻ പോകില്ല പേടിച്ചിട്ട്. മറ്റേതാകുമ്പോൾ അടിയും തല്ലും വെറുതെ ഉണ്ടാക്കി തീർക്കും, കുഴപ്പങ്ങൾ ഒന്നും പൊടിക്കൂല. രണ്ടും പറ്റൂലല്ല. അതുപോലെ വശഹവത്തും. പിന്നെ എന്നിട്ട് ഇതെല്ലാം എന്താകണം? അഖലിനും ശറഇനും വെളിപ്പെടുന്ന രീതിയിലായിരിക്കണം. ഇതാണ് എന്തിൻ്റെ അസ്ലി? ഹുസ്നുൽ ഖുലുഖിൻ്റെ അസ്ലി. അത് കഴിഞ്ഞ ക്ലാസ് സാരിമില്ലാത്തതുകൊണ്ട് അത് ഓടാതെ. വഹാദൽ ഇഅ്തിദാലു, ഈ പറയപ്പെട്ട സമമാകലുണ്ടല്ലോ എന്നെണ്ണത്തിൻ്റെ, ഒന്ന് ഖുവ്വത്തുൽ അഖലിൻ്റെ, മറ്റൊന്ന് കമാലുൽ ഹിക്മത്തിൻ്റെ, മറ്റൊന്ന് ഖുവ്വത്തുൽ ഗളബ് ശഹവത്ത്. ഈ നാലെണ്ണല്ലേ? ഇത് യഹ്സലു അലാ വജ്ഹൈനി, രണ്ട് വിധേന നമുക്ക് കിട്ടാറുണ്ട്. ഒന്നെങ്ങനെ? അല്ലാഹു തആല അങ്ങനെ തന്നെ അല്ലാഹു അമ്പിയാക്കളെ പടക്കം പോലെ പഠിച്ച്, അപ്പോൾ ഓരോ വറക്കിപ്പൂറ്റി ശേഖരിക്കേണ്ടിയില്ല, അത് പറയും. അതാ അഹദുഹുമാ, രണ്ട് വജ്ഹിൽപ്പെട്ട ഒന്ന് ബിജൂദിൻ ഇലാഹിയിൻ, ഇലാഹിയായ ഔദാര്യം തന്നെ. അതിന് ഇവർക്ക് ഇഖ്തിയാറൊന്നും ഉണ്ടാവില്ല, അല്ലാഹ് അങ്ങനെ പടക്കല്. വ കമാലിൻ ഫിത്രിയൻ, അങ്ങനെ പടക്കുമ്പോൾ തന്നെ ഉണ്ടായ ഫിത്രിയായ കമാലും. ബിഹൈസു യുഖ്ലഖുൽ ഇൻസാനു, ഇതുവരെ ഒരു മനുഷ്യന് പടക്കപ്പെട്ട തന്നെ ഇത് വയൂലത് കാമിലൽ അഖൽ ഹസനുൽ ഖുലുഖി, സൽസ്വഭാവിയായിക്കൊണ്ട് തന്നെ പടക്കപ്പെട്ടത്. അത് ആരെ ഉണ്ടാവും? മിക്കവാറും അമ്പിയാക്കളെ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ വിലായത്തിൽ ഒന്നുമയിലുള്ള വലിയാക്കളും ഉണ്ടാകാം. അത് കൊഫിയ സുൽത്താൻ ഷഹ്വത്തി വൽ ഗളബി, ഷഹ്വത്തിൻ്റെ ആധിപത്യവും അതുപോലെ തന്നെ ഗളബിൻ്റെ ആധിപത്യവും അല്ലാഹു തആല കിഫാക്കാക്കിയിട്ടുണ്ട്. അതൊന്നും നിയന്ത്രിക്കൊണ്ടൊന്നുമില്ല, നിയന്ത്രിക്കപ്പെട്ട് തന്നെ ഉള്ളത്. അത് തന്നെ ഇത് ബൽ ഖുലിഖത മുഅ്തദിലതൈനി മുൻഖാദതൈനി ലിൽ അഖലി വശറഇ, അഖലിനും ശറഇനും അത് വെളിപ്പെടുന്ന രീതിയിലാണ് അത് പടക്കപ്പെട്ടത് തന്നെ. ഇത് ഷഹ്വത്തും ഗളബും. അതാണല്ലോ മലായിക്കത്ത് നമ്മളെ പറ്റി പറഞ്ഞതും. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഇടത്തേക്ക് നോക്കിയിട്ട് ഷഹവാത്തിലേക്ക്, വയസ്ഫിക്കു ദിമാ എന്ന് പറഞ്ഞത് ഗളബിലേക്ക് നോക്കിച്ചു. അപ്പോൾ സിവിൽ കേസ് ഉണ്ടാക്കും, ക്രിമിനൽ കേസും ഉണ്ടാക്കും. ഇത് നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. എന്നിട്ടോ ഫയസീറു ആലിമൻ ബിഗൈരി തഅലീമിൻ, ആരും പഠിപ്പിക്കേണ്ടതില്ല, അയാൾ ആലിമായി. മുഅദ്ദബൻ ബിഗൈരി തഅദീബിൻ, അദബ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മുഅദ്ദബായി വളർന്നിട്ടുണ്ട്. അതിന് ഉദാഹരണം എന്താ? ഈസ ബിൻ മറിയമ വയഹ്യ ബിൻ സക്കരിയ. ഞാൻ ഓരണ്ടാളെയും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ലല്ലോ. അതെ,
അലൈഹിമുസ്സലാത്തു വസ്സലാം വകദാ സായിറുൽ അംബിയായി സ്വലവാത്തുല്ലാഹി തആല വസ്സലാമുഹു അലൈഹിം അജ്മഈൻ. ഇനി പറയുന്ന അങ്ങനൊന്നും ഉണ്ടാകുമെന്നല്ലേ. വലാ യബ്ഉദു അൻ യകൂന ഫിത്തബഇ വൽ ഫിത്രതി, മനുഷ്യൻ്റെ പ്രകൃതിയിലും അവൻ്റെ തബയിലും എന്താക്കുക, മാ ഖദ് യുനാലു ബിൽ ഇക്തിസാബി, ഇക്തിസാബ് കൊണ്ട് കിട്ടുന്നതുണ്ടാവാം. അങ്ങനെ അതിന് വേണ്ടി മെനക്കെട്ട് അധ്വാനിച്ചാൽ കിട്ടും. അപ്പം ഫറുബ്ബ സബിയൻ ഖുലിഖ സാദിഖൽ ലഹ്ജതി, എത്രയോ ചെറിയ കുട്ടികളുണ്ട് അവൻ്റെ സംസാരം എപ്പോൾ സാധിക്കായിരിക്കും. ആ കൂട്ടത്തിലേക്ക് നമ്മൾ അമീനി അല്ലേ. ആ സഹിയൻ, അതുപോലെ ഔദാരം ചെയ്യുന്നു. ജരിയൻ, നല്ല ധീരൻ, അതിൻ്റെ മടക്കപ്പെട്ട് അതിനെതിരായിട്ട് മുടക്കപ്പെട്ടതുണ്ട്, കുറ്റംകെട്ട പിള്ളറുണ്ട്. ഈ സ്വഭാവങ്ങളെ കൊണ്ട് സ്വഭാവം സിദ്ധിച്ച മുത്തഖല്ലിഖീങ്ങളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ കാലം കൂടിക്കഴിഞ്ഞാൽ എന്താ ഇതൊക്കെ സമ്മതിച്ചെടുക്കാൻ കഴിയും. പകലും പകർച്ചയെന്ന് കുറുബമായ ഹസറുബി തഅല്ലുമി, പഠിച്ചുകൊണ്ടും അതുണ്ടാക്കാൻ കഴിയും. രണ്ടും കൂടി ഉണ്ടായാൽ പിന്നെ ശരിയായി. അതിന് അത്രമാത്രമുള്ള സുറക്ക ഉണ്ടാകുക, അതുപോലത്തെ കിതാബ് ഓതുക. അതിന് പറ്റിയ ഒരു ഡ്രൈവറും പോകണം. ഡ്രൈവറില്ലാണ്ട് വണ്ടിയോട്ട് ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഓടൂല. അപ്പം അതിനില്ലേ. ഇനി വൽ വജ്ഹുസ്സാനി ഇക്തിസാബു ഹാദിഹിൽ അഖ്ലാഖി ബിൽ മുജാഹദത്തി വൽ-റിയാദ, നല്ല മുജാഹദയും ചെയ്ത്. റിയാദ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കൽ. എന്താ പ്രാക്ടിക്കൽ? ദേഷ്യം പിടിക്കുമ്പോൾ പിടിക്കൂല നിങ്ങളുടെ കർശനമായിട്ട് വാശി പിടിച്ച് നിൽക്കലന്നെ, വരുമ്പോലെ വെച്ച് പിടിക്കൂല അതന്നെ. പിന്നെ വായനേ ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഹംലൻ നഫ്സി അലൽ അഅമാലില്ലതി യഖ്തദീഹ അൽ ഖുലുഖുൽ മത്ലൂബ്, നമുക്ക് തേടപ്പെട്ട ഒരു ഖുലുഖ്, തേടുന്ന തരത്തിലുള്ള അമാൽ. അതായത് നമുക്ക് തേടപ്പെടേണ്ട ഒരു ഖുലുഖ് വന്നാൽ അതെന്ത് അമലിനെ തേടുമോ നോക്കുക, ആ അമൽ പതിവാക്കുക. ഉദാഹരണത്തിന് സഖാ എന്ന ഒരു ഖുലുഖ്, അത് തേടുന്നതിൻ്റെ മുക്തതയായ അമലെന്താണ്? ധർമ്മം ചെയ്യൽ. അപ്പോൾ ആ ധർമ്മം ചെയ്യൽ എന്ന പ്രവർത്തനം പതിവാക്കുക. പതിവാക്കി എന്താക്കും, അതിൽ കൂടി കുറേ കഴിയുമ്പോൾ ഖുലുഖ് ഇങ്ങോട്ടേക്ക് പോകും. ഖുലുഖിനാൽ പ്രവർത്തനം ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനാണ്. കൽബിലുണ്ടാകുന്ന ഹാല് കൊണ്ടെന്തുണ്ടാകും? അമലുണ്ടാകും. ഈ അമല് വേണ്ട പോലെ മറ്റം പോലെ അങ്ങ് ചെയ്താൽ അമൽ ഇങ്ങനെ എന്തുണ്ടാകും? വണ്ടിയുടെ ഡൈനാമോ ആണെന്നില്ല സാലിമേ, എന്താക്കല് ഒരു ബാറ്ററി ഇല്ലേ, ആ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ചിലവാക്കിയിട്ട് സ്റ്റാർട്ടാകലും. അത് ഞാൻ പറയണ്ട, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, അതിന് മസാല ഹുക്കുമല്ല അറിയാം. ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തേക്ക് പോകും, ലൈറ്റിലേക്ക് ഇഞ്ചിനിലേക്ക് പോയിട്ടുണ്ടാകും, സ്റ്റാർട്ടാവും. അതിൻ്റെ ഉള്ളിൽ ഡൈനാമോ ഫിറ്റ് ചെയ്തിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ഒരു ബെൽറ്റ് ഇട്ടിട്ട് അതങ്ങനെ തിരിയുന്നു അല്ലേ, ഡൈനാമില്ല. ആ ഡൈനാമിന്ന് ആവശ്യം കഴിഞ്ഞാൽ കറണ്ട് എന്താക്കും? ബാറ്ററിയിലേക്ക് റീചാർജ് കൊടുക്കും. അപ്പം ബാറ്ററിയിൽ നിന്ന് ലൈറ്റ് കത്തിയും, ആ ലൈറ്റ് കത്തിയുമ്പോൾ എന്താക്കും? കറണ്ടും കൊണ്ട് തിരിച്ചും കൊടുക്കും. സാധാരണ പതിവന്നല്ലേ. ഇപ്പം ചെടിയിൽ നിന്ന് എന്താക്കി ചപ്പ് കൊഴിഞ്ഞ് വീണ്, ചപ്പ് കൊഴിഞ്ഞ് വീണാൽ എന്താക്കും? അത് അടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ വളവും. വളാകുമ്പോൾ തടി കൂടും, വീണ്ടും ചപ്പ് ഉൽപ്പാദിപ്പിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനാണ്. അതായത് ഖുലുഖ് ആദ്യം കൽപ്പിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അമാലി ബിസുഹൂലത്തിന്നവർക്ക് അതിന് അധ്വാനിക്കൊന്നും ചെയ്യാതെ എന്താക്കാം? ഓട്ടോമാറ്റിക്കായിട്ട് ആ അമല് വന്നു പോകും. ഇനെന്താക്കണം? അത്തരത്തിലുള്ള അമല് ചെയ്തിട്ട് ഖുലുഖ് ഉണ്ടാക്കണം എന്ന് പറയും. അത് മനസ്സിലില്ല. ഹംലുൻ നഫ്സി അലൽ അമാൽ, ചില അമാലിൻ്റെ മേലെ നഫ്സിനെ പ്രേരിപ്പിക്കുക. അല്ലത്തി യഖ്തദീഹ, ആയ അമാലിനെ തേടുന്നു. അൽ ഖുലുഖുൽ മത്ലൂബ്, എന്താ പറയുന്ന? ഫമൻ അറാദ മസലൻ അൻ യഹ്സുല ലിനഫ്സിഹി ഖുലുഖുൽ ജൂദി, ദാനധർമ്മം, ജൂദ് എന്ന ഖുലുഖാണ് ഒരാൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ തരീഖുഹു, അവൻ്റെ തരീഖ് എന്താണ്? അൻ യതകല്ലഫ തആതിയ ഫിഅലിൽ ജവാദ്, ജവാദായ ആളുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്താക്കുക? ഇവൻ നിർബന്ധപൂർവ്വം കൊടുക്കുക. ശരീരം ഭയങ്കര എന്നാൽ കൊടുക്കുക തന്നെ. വഹുവ ബദലുൽ മാൽ, പൈസ ചെലവാക്കല്. അപ്പോൾ ഫലാ യസാലു യുതാലിബു നഫ്സഹു, ഇവൻ നഫ്സിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. വൈവാദിബ അലൈഹി, അതുമായി പതിവാക്കുകയും വേണം. തകല്ലുഫായിട്ട് മുജാഹിദൻ നഫ്സഹു ഫീഹി, നഫ്സിനോട് അതിന് സമരം ചെയ്യണം. അല്ലെങ്കിൽ
വിട്ടോട്ടാൻ വിടൂല. ഹത്താ യസീറ ദാലിക തബഅൻ ലഹു, ഈ ജൂതി എന്നുള്ളത് ഇവൻ്റെ പ്രകൃതിയായി മാറട്ടെ. വയതയസ്സറ അലൈഹി, അത് എളുപ്പമാവുകയും ചെയ്യും. ഫയസിറു ബിഹി ജവാദൻ, ക്രമേണ എന്താകും? ജവാദായി വരും. അതൊക്കെ എല്ലാം മദ്രസിനെ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ടാക്കിയിട്ട് എഴുതുന്നതുകൊണ്ട് എനിക്ക് എഴുത്തറിയോ? പക്ഷേ തകല്ലുഫായി സ്ലേറ്റിലും അവിടെയും വരച്ചിട്ട് എന്താക്കണം? എഴുത്ത് ശരിക്കും നമുക്ക് ആദ്യമായി മാറും. നമ്മളെ പേർക്ക് ഇങ്ങനത്തെ ചുമലുണ്ടല്ലോ പണ്ട് കാവി ദേശ ബെൽമൊക്കെ നിറച്ചു ഞാൻ എഴുതി കൂട്ടിയിട്ടുണ്ടാവും. ചോക്കെല്ലാം വാങ്ങിച്ച് ഒറ്റ ചുമല് നോക്കില്ല. ഇത് ചൂടാവും. നമ്മൾ ഉപ്പാക്ക് അങ്ങനത്തെ പരിപാടിയല്ല. ഉപ്പാൻ്റെ ജീവിതം ഹിജയെന്ന്. ഹിജ നന്നായിട്ട് ജീവിതത്തിൽ പകർത്തിയാളാണ്. ഇനി മറ്റൊന്ന് വകദ, മറ്റൊരു ഉദാഹരണേ, മങ്ങറാദ അൻയഹസുലി നഫ്സിഹി ഖുലുഖു തവാദു എന്ന ഖുലുഖാണ് ഇവന് കിട്ടേണ്ടത്. എത്തരത്തിൽ വഖദ് ഖലബ അലൈഹിൽ കിബ്റു, ഇവന് കിബ്ർ വല്ലാണ്ട് കൂടിപ്പോയിട്ടുണ്ട്. എന്നുണ്ടാക്കണം? ഫതരീഖുഹു അൻ യുവാദിബ അലാ അഫ്ആലിൽ മുതവാദിഈൻ, തവാദു കാട്ടുന്ന അടുക്കുന്ന പ്രവർത്തനം ഇവൻ പതിവാക്കുക. മുദ്ദത്തൻ മതി, കുറേ കാലം പതിവാക്കണം. എന്നാലേ ഈ തഴക്കം പേക്കം വന്നിട്ട് ഇത് ഹാല് ഉൽപ്പാദിപ്പിക്കപ്പെടണ്ടേ. തവാദു ഇവിടെ കയറി കിട്ടണമല്ലോ. അതാ വഹുവ ഫീഹ മുജാഹിദുൻ നഫ്സഹു, അപ്പോൾ ആ പ്രവർത്തനത്തിൽ നഫ്സിനോടെന്താക്കണം? മുജാഹദ ചെയ്യണം. അപ്പോൾ മുക്കത്തകല്ലിഫുൻ, നല്ല തകല്ലിഫും വേണം, പാടുപെടണം. ഇല അൻ യസീറ ദാലിക ഖുലുഖൻ ലഹു, അപ്പോൾ തവാദു എന്നുള്ളത് ഇവൻ്റെ ഖുലുഖായി മാറും. വതബഅൻ ഫയതയസ്സറു അലൈഹി. അപ്പോൾ രണ്ട് ഉദാഹരണം പറഞ്ഞു. ഇനി ബാക്കിയെല്ലാം അങ്ങനെ പിടിച്ചോ. വജമീഉൽ അഖ്ലാഖിൽ മഹ്മൂദത്തി ശറഅൻ തഹസ്സുലു ബിഹാദൽ തരീഖ്, ശറഇൽ സ്തുത്യർഹമായ മുഴുവൻ അഖ്ലാഖുകളും ഈ കോലത്തിലാണ് കിട്ടുക. അല്ല ഒന്നിക്ക് അല്ലാഹു തആല പടച്ചതിനകം ചെന്ന്, അല്ലെങ്കിലോ നമ്മൾ നയിച്ചുണ്ടാക്കി കൊടുക്കുക. വഗായതുഹു, അപ്പോൾ അതിൻ്റെ അറ്റെന്താ? അൻ യസീറൽ ഫിഅലുൽ സാദിറു മിൻഹു ലദീദൻ, ഇവൻ്റെ പക്കന്ന് തകല്ലുഫോട് ജിഹാദ് ചെയ്തുകൊണ്ടിട്ട് പ്രവർത്തനം ഉണ്ടല്ലോ, അന്നേരം കുറച്ച് കൈപ്പുള്ളതാണ്, കഴിക്കൂല. അതെന്താക്കണം? ലദീദായി മാറണം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും? എനിക്ക് പുറത്തുണ്ടാവില്ല. ആ കോലത്തിലേക്ക് മാറ്റിയിട്ടു കേട്ടാ. അപ്പോൾ ഫസ്സഖിയ്യു എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യസ്തലിദു ബദലൽ മാലി, മുതൽ കൊടുക്കുന്നത് അയാൾക്ക് നല്ല രുചികരമാവണം എന്നല്ല, എന്നെങ്കിലും അതിൻ്റെ കായത്താവും. അല്ലെങ്കിൽ താൽക്കാലികമായി വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. അല്ലദീ യബ്ദുലുഹു ദൂനല്ലദീ യബ്ദുലുഹു അൻ കറാത്തി, വെറുപ്പോട് കൂടി കൊടുക്കുന്ന ആൾ വേറുണ്ട്, അയാളെപ്പോലെ ആയാൽ പോരാ. എന്നാ അൽമലല്ലദീ യബ്ദുലുഹു ദൂനല്ലദീ യബ്ദുലുഹു അൻ കറാത്തി, അത് വെറുപ്പോടുകൂടി അനിഷ്ടത്തോടുകൂടി കൊടുക്കുന്ന ആളെ മാതിരിയാകാൻ പാടില്ല. അപ്പം ഇനി ഒരു ഉദാഹരണം പറഞ്ഞത്. രണ്ടാമത്തത് ഏതാ? തവാദു അല്ലേ. വൽ മുതവാദിഉ ഹുവല്ലദീ യസ്തലിദു തവാദുഅ, തവാദു അയാൾക്ക് മധുരമുള്ളതായി മാറണം. വഅൻ തർസഖൽ അഖ്ലാഖു ദീനിയ്യതു ഫിൻ നഫ്സ്, അത് ഞാൻ വായിച്ചു. വലൻ തർസഖൽ അഖ്ലാഖു ദീനിയ്യതു ഫിൻ നഫ്സി, നഫ്സിൻ്റെ അകത്ത് ഈ അഖ്ലാഖുകൾ ഉറക്കൂല. മാലം തതഅവ്വദിൻ നഫ്സു ജമീഅൽ ആദാത്തിൽ ഹസന, ഹസനത്തായ മുഴുവൻ ആദാത്തുകളും കുറേ കാലം പതിവാക്കിയാലല്ലാതെ എന്താവില്ല, അത് റാസിഖാവൂല. താൽക്കാലികമായി നടിച്ചിട്ട് കുറച്ച് മുമ്പ് പോയി പോന്നേ, അത് പറ്റില്ല, അതൊരു മലക്കിയാകലി. അതുപോലെ വമാലം തത്റുക് ജമീഅൽ അഫ്ആലി സയ്യിഅ, മോശമായ അഫ്ആലുകളെ മുഴുവനും ഒഴിവാക്കാത്ത കാലത്തോളവും. രണ്ട് വമാലം തുവാദബ് അലൈഹി മുവാദബത മൻയസ്താഖു ഇലൽ അഫ്ആലിൽ ജമീലത്തി, ജമീലത്തായ സ്തുത്യർഹമായ അഫ്ആലിലേക്ക് ഷൗക്ക് വെച്ചിരിക്കുന്ന ഒരാൾ പതിവാക്കുന്ന കോലത്തിൽ പതിവാക്കാത്ത കാലത്തോളവും കിട്ടൂല. പിന്നെ വയതനഅമു ബിഹ, അതുകൊണ്ട് നല്ല സുഖം അനുഭവിക്കുന്നു. ഏത്? ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട്. അപ്പം 3 കാര്യം ചെയ്യണമെന്ന് പറയും. ഇത് മോശമായത് ഒഴിവാക്കുകയും വേണം, ആദാത്തുൽ ഹസനത്ത് പതിവാക്കുകയും വേണം. പതിവാക്കാൻ മാത്രം പോരാ, നല്ല ഷൗക്കുള്ള ആൾ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിട്ട് സുഖം എടുക്കണം. എന്നാലേ
ശരീരത്തിൽ മാറ്റം വരും. വയക്റഹുൽ അഫ്ആലൽ ഖബീഹത വയതഅല്ലമു ബിഹാ, അതൊക്കെ തന്നെ ഖബീഹത്തായ പ്രവർത്തനങ്ങൾ വെറുക്കുകയും വേണം, അതുകൊണ്ട് അവൻ ദുഃഖിക്കുകയും വേണം. ഇങ്ങനെ ആയിപ്പോയല്ലോ. അതാ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കണ്ണ് കൊടുക്കുന്നതാക്കി നമസ്കാരത്തിൽ. അപ്പം നിസ്കരിച്ചിട്ട് എന്താകണം, നിസ്കാരത്തെ അടിക്കടി പിടിക്കലുണ്ട്. എന്നിട്ട് ഖുറത്തുല്ലൈനാകും. നിസ്കാരം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനേ കഴിയാത്ത ചുറ്റുപാട്. അതന്നെ എല്ലാം വിക്റായാലും അങ്ങനെ തന്നെ, പഠിക്കലായാലും അങ്ങനെ തന്നെ. ومهما كانت العبادات وترك المحظورات مع كراهة, വളരെ വെറുപ്പോടുകൂടി എന്താക്കുന്നു, മഹദൂറാത്ത് മോശമായ കാര്യം ഒഴിവാക്കുന്നു, ഇബാദത്തും ചെയ്യുന്നു എന്ന ചെയ്ത് എന്നൊരു പേരല്ലാതെ കാമു കുസാലയവും നിൽക്കോ നിൽക്കാത്തിനോട് പ്രതിപത്തിയില്ല. അത് വല്ലാത്ത ഭാരമായി തോന്നുന്നു. എന്നാ ഫഹുവൻ നുഖ്സാൻ, അത് നുഖ്സാനാകുന്നു. വലാ യനാലു കമാല സആദത്തി ബിഹി, അതുകൊണ്ട് പൂർണ്ണമായ വിജയം കിട്ടൂല. കേട്ടാ. നഅം, ഇനി പറയട്ടെ, അൽ മുവാബലത്തു അലൈഹാ ബിൽ മുജാഹദത്തി ഖൈറുൻ, അതിന്മേൽ മുജാഹദ ചെയ്തുകൊണ്ട് പതിവാക്കൽ ഖൈറ് തന്നെ. വലാകിൻ ബിൽ ഇദാഫത്തി ഇലാ തർക്കിഹാ, ലാ ബിൽ ഇദാഫത്തി ഇലാ ഫിഅലിഹാ അൻ തൗഇൻ, എൻ്റെ മനസ്സനുസരിച്ചുകൊണ്ട് എന്താകുന്നു, മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. നിർബന്ധം ചുമത്തിയിട്ടല്ല, മനസ്സ ആ പ്രവർത്തിക്കുന്നതിൽ ചേർത്തിട്ട് ഈ മുജാഹദ അത്ര വലിയ ഹൈറായിട്ടില്ല. അത് ഇമ്പോർട്ടൻ്റ്. അവിടെ 3 സ്റ്റേജ്. ഒന്ന് ചീത്തയായ അഖ്ലാഖ് ഇവിടെ ഉണ്ട്. മുജാഹദ ചെയ്തിട്ട് എന്താക്കുന്നു, ഇവ കീർത്തിച്ച് ഉണ്ടാക്കുന്നു, പ്രവർത്തിക്കുന്നു. മറ്റൊരാൾ മുജാഹദ എല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റെത്തിയിട്ട് എന്താകുന്നില്ല, രുചികരമായി പ്രവർത്തിക്കുന്നു. പ്രവർത്തനം എന്നുള്ളത് രണ്ടാക്കില്ലേ. പക്ഷെ ഒന്നാമത്തെ പ്രവർത്തനം ഏതാന്ന് കുറച്ച് അപ്പം മടിയോടുകൂടിയാണ്. തകല്ലുപ്പാണ്. കിട്ടിയ സമയത്ത് റിസപ്റ്റ് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞു. മറ്റോരോ അതല്ല ലദ്ദത്താണ്. ولذلك قال الله سبحانه وتعالى وإنها لكبيرة إلا على الخاشعين. നമസ്കാരത്തിനെ പറ്റിയാണ് ളമീർ. അത് വല്ലാത്ത പ്രയാസമായിരിക്കും ചിലർക്ക്, പക്ഷെ ഖാശിഈങ്ങൾക്കൊഴികെ. അപ്പോൾ ഖാശിഈങ്ങളെ അനുഭവം എന്തുണ്ടാൽ ഇവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നല്ല ഖുർറത്തുൽ ഐനായിരിക്കും. മറ്റുള്ളവർക്കോ നിക്കാരം വരുന്നുണ്ട്, ഉണ്ടല്ലോ പണിയുണ്ട്, അതൊരു ഭാരമായി തോന്നും. അപ്പോൾ ഭാരമാകുന്ന ഒരു കൂട്ടരുണ്ട്, ഖാശിഈങ്ങൾക്ക് ഭാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുജാഹദ ആ തൗഅൻ ചെയ്യുന്ന കൂട്ടറിലേക്ക് ചേർത്തിട്ട് മുജാഹദക്ക് വലിയ ഫളായിൽ വന്നിട്ടില്ല. കാരണം ഇതുകൊണ്ട് ലക്ഷ്യം നേടിയെങ്കിലുള്ളൂ. وقال صلى الله عليه وسلم اعبد الله في الظلام, നല്ല സംതൃപ്തിയോടുകൂടി ആയിക്കൊണ്ട് അല്ലാഹു തആല ഇബാദത്ത് എടുക്കുന്നത്. റബ്ബിന് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് വെച്ചാൽ മനസ്സറിഞ്ഞിട്ട് സന്തോഷത്തോടെ ചെയ്യണം. ഫഇല്ലം തസ്തതി, അതിന് കഴിയുന്നില്ലേ എന്നാൽ ഫഫിസ് സബരി അലാ മാ തക്റഹു ഖൈറുൻ കസീർ, നിനക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കുമല്ലോ, അതിൽ സബൂർ ചെയ്യുന്നത് ധാരാളം ഖൈറട കിടക്കുന്നു. അപ്പോൾ അത് മുജാഹദയിലേക്ക് സൂചിപ്പിച്ചു. ഇനി ثم لا يكن في نيل السعادة الموعودة على حسن الخلق, ഹുസ്നുൽ ഖുലുഖിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരേ സആദത്ത് പറഞ്ഞില്ലേ, അത് ആകാൻ പാടില്ല. ത്വാഅത്ത് മധുരമുള്ളതാകല് എന്നതാകാൻ പാടില്ല. അങ്ങനെന്താ കടിച്ച കൊസിക്കൊണ്ടെടുക്കലേ. അതുപോലെ വസ്തിഗ്റാഹുൽ മാസിയത്തി, മാസിയത്ത് വെറുക്കലും. എങ്ങനെ? ഫീ സമാനും ദൂന സമാനും, ഒരവസരത്തിലുണ്ട് മറ്റൊരവസരത്തിലില്ല. അപ്പോൾ ഒന്നരാടോ അങ്ങനെ ആയാൽ പോരാ, ശരില്ല. നമ്മൾ ചർച്ച അവിടത്തേക്കല്ല. ഈ ഹുസ്നുൽ ഖുലുഖിന് വാഗ്ദാനം ചെയ്യപ്പെട്ട സആദത്തുണ്ടല്ലോ, അത് ആകരുത്. എന്താകല്? ഇസ്തിഗ്റാഹു ത്വാഅത്തി വസ്തിഗ്റാഹുൽ മാസിയത്തി ഫീ സമാനിൻ ദൂന സമാനിൻ. ഞായറാഴ്ച ഉണ്ട്, തിങ്കളാഴ്ച ഇല്ലാണ്ടായി പോയാൽ പറ്റൂല. ഒരവസരത്തിൽ നല്ല ലദ്ദത്തുണ്ട്, മറ്റൊരവസരത്തിൽ വല്ലാത്ത വെറുപ്പുണ്ട്. എന്നാലെന്തില്ല, ഷഹാദത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട, ഹുസ്നുൽ ഖുലുഖിന് വാഗ്ദാനം ചെയ്യപ്പെട്ട
സാധത്ത് കിട്ടാൻ മാത്രം അതായിട്ടില്ല. കാരണം രണ്ടും ഉണ്ടല്ല അയാളില്ലേ. അതെ അതെ. ഇനി ബൽ ജംബ അതായത് ബല്ലിട്ടിട്ട് പറയുന്ന ബൽ ജംബഗി അൻ യകൂന ദാലിക അല ദവാമി ഫി ജുംലത്തിൽ ഉംരി, ജീവിതകാലം മുഴുവനും ദായിമിയായിട്ട് കിട്ടണം. ഒരവസരത്തിൽ മാത്രം കിട്ടും, മറ്റൊരവസരത്തിൽ മടിയനായാൽ ശരിയാവില്ല. അതാ കുല്ലമാ കാനൽ ഉംറു അത്വല കാനത്തിൽ ഫളീലത്തു അർസഖ. അപ്പോൾ ആയുസ് എത്ര നുളുന്നു അത്ര കണ്ടി കിട്ടുന്ന ഫളീലത്ത് റാസിഖായിക്കൊണ്ടിരിക്കും വാക്കുമല. വലിദാലിക ലമ്മാ സുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സഅദതി, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സഅദത്ത് എന്താണ് ചോദ്യപ്പോൾ തകന്താ പറഞ്ഞ ഫഖാല തൂലുൽ അംരി ഫീ തഅത്തില്ലാഹി തആല, അള്ളാഹിൻ്റെ താഴത്തിൽ ദീർഘായുസ് കിട്ടലാന്ന് പറഞ്ഞു. എന്താ കിട്ടല്? കാറ്റ് കുറേ വർദ്ധിക്കും. കാറ്റ് വർദ്ധിക്കും തോറും കൽബിലേക്ക് ഇതിൻ്റെ ഹാലിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. വലിദാലിക, ഇതുകൊണ്ടാണ് കരിഹൽ അംബിയാഉ വൽ ഔലിയാഉൽ മൗത, അംബിയാക്കളും ഔലിയാക്കളൊക്കെ മരിക്കണ്ടെന്ന് ചോദിച്ചത്. മരിക്കണോ മരിക്കണ്ടേ? ചിലർക്ക് എന്താക്കും ഷൗക്ക് മോതിൽ എത്രയും വേഗം പോകാമെന്ന് ചില സഹാബികളെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര കാലമായി എൻ്റെ ലൈഫിനെ കാത്തു നിൽക്കുന്നു. അതെന്താണെന്ന് എല്ലാവരും വിളിച്ച് ഷൗക്ക് മോത്തി. ചിലർക്ക് അപ്പോൾ ഷൗക്ക് കാര്യഭാഗമല്ല, ഇനിയും കുറേ കാലം എന്താ ചെയ്യണം നമുക്കെന്തല്ലോ കിതാബ് ഓതണമെന്ന് പറഞ്ഞ മാതിരി കുറേ പോയിട്ട് കത്തിക്കിടന്ന കിതാബ് ഓതാൻ കഴിയും. ഇവിടുന്ന് നോക്കാൻ ആളില്ലാണ്ട് പോകില്ലേ? കാരണം ഫൈന ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഏത് ദുനിയാവ്. വകുല്ലമാ കാനത്തിൽ ഇബാദാത്തു അക്സറ ബിതൂലിൽ ഉംരി, ദീർഘായുസ് കൊണ്ടെന്തായി താഅത്തും ഇബാദാത്തും ഒരേ വർദ്ധിച്ച്. കാന സവാബു അജ്സല വന്നഫ്സു അസ്കാ വഅത്ഹറ വൽ അഖ്ലാഖു അഖ്വാ വഅർസഖ, എല്ലാം കൂടി വരും. ഇനി وإنما مقصود العبادات تأثيرها في القلب, ഏത് ഇബാദത്തിൻ്റെയും മഖ്സൂദ് എന്താണ്? അത് കൽബിൽ തഅ്സീർ ചെയ്യണമെന്നാണ്. കൽബിൽ തഅ്സീരില്ലാതെ കണ്ടിങ്ങനെ പുറത്തേക്കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോയത് കൊണ്ടൊരു കാര്യമില്ല. وإنما يتأكد تأثيرها بكثرة المواظبة على العبادات. അപ്പോൾ തഅ്സീർ ശക്തമാകണമെങ്കിൽ എന്ത് വേണം? മുവാലബത്ത് ധാരാളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ ചെയ്ത് ഒരിക്കൽ ചെയ്യാനേ പറ്റൂല. അതായത് ദൂൻ ശ്രീസമാന് ദൂനസമാൻ. വഗായതുഹാ ഹാദിഹിൽ അഖ്ലാഖി, ഈ അഖ്ലാഖിൻ്റെ അറ്റം എന്താണ്? അൻനഫ്സി ഹുബ്ബുദ് ദുനിയാ, ദുന്യാവിനോടുള്ള ഹുബ്ബ് പറ്റ മുറിഞ്ഞു പോക്കാണ് ഒട്ടാകെ ഹുസ്നുൽ ഖുലുഖിൻ്റെ അറ്റം. വയർസഖ ഫീഹാ, എന്നിട്ടോ ആ നഫ്സിൽ ഉറച്ചിരിക്കണം ഹുബ്ബുല്ലാഹി തആല, അള്ളാഹിൻ്റെ ഹുബ്ബ്. ഹുബ്ബു ദുനിയ വിട്ടിട്ട് അള്ളാഹിൻ്റെ ഹുബ്ബ് കൽബ് നിറയെ ഉണ്ടാവലാണ് എല്ലാത്തിനും ആയിട്ട്. ഫലാ യകൂനു ശൈഉൻ, അപ്പോൾ അഹബ്ബ ഇലൈഹി മിൻ ലിഖാഇല്ലാഹി അസ്സ വജല്ല, പിന്നെ അള്ളാഹുവിൻ്റെ ലിഖാ അല്ലാത്ത മറ്റൊന്നും അവന് താല്പര്യമേ ഇല്ലാന്ന്. ഏതവസരത്തിൽ അള്ളാഹിൻ്റെ ഹുബ്ബ് കൽബിൽ റാസിഖായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ കാണലല്ലാത്ത വേറെ ഒന്നും സാധനം ഒന്നും എനിക്ക് വേണ്ട. ലിഖാഖ് മൗത്തതിന് സബബല്ലേ? മൗത്ത് കൊണ്ട് ലിഖാഖ് മരിച്ചാലേ ആ ലിഖാഖ് വാഗ്ദാനം ചെയ്യപ്പെട്ട് ലിഖാഖ് എത്തുള്ളൂ. ദുനിയാവിൽ വെച്ച് ലിഖാഖ് ഇല്ലല്ല. ദുനിയാവിൽ വെച്ച് മുശാഹദ ഉണ്ട്, അത് ലിഖാഖിൻ്റെ ഒരു ഇല്ലാണ്. ദുനിയാവിൽ വെച്ച് ലിഖാഖ് ആയിരിക്കേണ്ടായിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി ചോദിച്ചിട്ട് അനുവദിച്ചിട്ടില്ല, ആ സമയത്തില്ല എന്നല്ലേ പറഞ്ഞു. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ കബറിൽ ലിഖാഖ് പറഞ്ഞില്ല. കബറിൽ സുഖമുണ്ട്. فلا يستعمل جميع مال إلا على الوجه الذي يوصله إليه. എന്നിട്ടോ അവനിക്കുള്ള എന്ത് സാധനമുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും ആ ലിഖായിലേക്കും മഹബത്തിലേക്കും ചേർക്കുന്ന കാര്യത്തിലേക്കല്ലാണ്ട് ഉപയോഗിക്കില്ല. കണ്ടാ വഗളബുഹു അല്ലല്ല, ലിമ വേറെ ലിഖാവ് വേറെ. വഗളബുഹു ലിഖാവ് അല്ലാതെ കാണൽ തന്നെ.
അതിനെപ്പറ്റി അഖീദയിലേക്ക് നീണ്ട ചർച്ച നടത്തില്ല. ഇപ്പോൾ മുഅ്തസിലകൾ കാണൂല എന്നും പറഞ്ഞ് ഇപ്പം കാണുന്നു. റിളയില്ല 100 പറഞ്ഞിട്ടില്ലല്ല. അല്ല, ആദ്യം ഹുബ്ബുല്ലാഹി റാസിഖിൻ്റെ തഫരീകരിക്കും. നഫ്സിനെത്തൊട്ട് ഹുബ്ബുദ്ദുന്യ പോയി, എന്നിട്ട് ഹുബ്ബുല്ലാഹി എന്താക്കി ഉറച്ച് റാസിഖായി. അന്നേരം അള്ളാഹുവിൻ്റെ ലിഖാഹ് അല്ലാത്ത വേറൊന്നും എനിക്ക് അഹബ്ബില്ല. ഇനി കൈമൽ എന്തുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ ലിഖാഹ് കാണാൻ ആവശ്യമായ മാർഗത്തിലേക്ക് ചെലവാക്കുന്നല്ലേ. അപ്പോൾ ആദ്യത്തെ എൻ്റെ തർഫീലല്ലേ. ഇനി വഗളബുഹു വശഹവതുഹു മിനൽ മുസഖറാതി ലഹു, അവനുണ്ടാകുമല്ലോ ഗളബും ശഹവത്തും ഇല്ലേ. പക്ഷേ ഇതിന് വേണ്ടി എന്താക്കി മുസഖറായി മാറിയിരിക്കുന്നു. അപ്പം പല അതാ മുസഖറാകുമ്പോൾ പല യസ്തഅമിലുഹുമാ ഇല്ലാ അലൽ വജി. ഇവിടെ ഇല്ല എന്നാണ് വേണ്ടത്. അവിടെ ഇല്ല എന്നാ കിതാബിലുള്ള അതിലെന്തല്ല ഇല്ല. കാരണം ലാ ഇട്ടിട്ട് അസ്റാക്കല്ലേ. ഇല്ല അലൽ വജിഹില്ലദീ യൂസിലുഹു ഇലല്ലാഹി തആല. അപ്പം ഗളബ് എന്താക്കണം, അള്ളയിലേക്ക് ചേർക്കുന്നതാകണം. ഷഹവാത്തും അള്ളയിലേക്ക് ചേർക്കുന്നതാകണം. അതിനല്ലാണ്ട് ഉപയോഗപ്പെടുത്തുന്നു. വദാലിക അതെങ്ങനെ ആവലേ ബിഅൻ യകൂന മൗസൂനൻ ബിമീസാനി ശർഇ വൽ അഖ്ലി. ശർഅാകുന്ന തുലാസ് കൊണ്ടും അഖലാകുന്ന തുലാസ് കൊണ്ടും തൂക്കിയിട്ട് കണക്കാക്കിയിട്ടാണ് കൊടുക്കുക. അളന്ന് തൂക്കൽ. എന്നിട്ടോ സുമ്മ ബഅദ ദാലിക യകൂനു ഫരിഹൻ ബിഹി മുസ്തരിദൻ ലഹു. അതുകൊണ്ടെന്താക്കണം, സന്തോഷിക്കുന്നവനും അത് ലദ്ദത്തായി തോന്നുന്നവനും ആകണം. എന്നാലേ റാസിഖായി എന്ന് പറയാൻ പറ്റും. ولا ينبغي أن يستبعد مصير الصلاة إلى حد تصير هي قرة العين. കണ്ടോ, നമസ്കാരം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ലേ ഖുറത്തുൽ ഐനാണ്. ആ ഖുറത്തുൽ ഐനാകുന്ന അവസ്ഥയിലേക്ക് ഒരു നിസ്കാരം എത്തും എന്നുള്ളത് ബഈദായി കണക്കാക്കണ്ടെന്നാണ് പറയുന്നത്. ആകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മ അതിൻ്റെ കൊണ്ട് എന്താക്കി പ്രവർത്തിച്ചിട്ടില്ല. അതല്ലാത്ത വേറൊന്നും വേണ്ട. സന്തോഷത്തിലെങ്കിൽ ഇതൊക്കെ തന്നെ ദുഃഖമെല്ലാം മറന്നുപോയി. കണ്ണ് കുളിർക്കൽ എന്ന് പറഞ്ഞത് ഗായത്ത് സന്തോഷത്തിൻ്റെ ഒരു ഇബാറത്തല്ലത്. മാഫിയലഹും മിൻ ഖുറത്തി അയ്യുനി. കണ്ണ് കുളിർക്കുക എന്ന് പറഞ്ഞത് ഒരു ഇബാറത്താണ്. ഇതിനെ തൊട്ട് ഓനിക്ക് അതാ. അതുപോലെ മസീറുൽ ഇബാദാത്തി ലദീദതൻ, ഇബാദാത്ത് ലദ്ദത്തുള്ളതായി മാറലും വളരെ ബഈദായിട്ടൊന്നും കണക്കാക്കണ്ട. പക്ഷേ ബിർജിയാവൂല. ഫഇന്നൽ ആദത തഖ്തലി ഫിന്നഫ്സി അജായിബ അഗ്റബ മിൻ ദാലിക. കണ്ട, ആദത്ത് എന്നുള്ളത് എന്താക്കും, പതിവാക്കി കൊണ്ടിരുന്നാൽ ഇതിനേക്കാണ് അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ മേലും കൊണ്ടിട്ട് ബാത്റൂമിലേക്ക് കുട പിടിക്കാണ്ടാകുന്നില്ല അല്ലേ. മേലം വെളുത്ത വരുന്നതിനാണ് 9 മണിക്കൂർ 10 മണിക്കൂർ പൊരിഞ്ഞ വെയിലത്ത് റോട്ടുമ്പോൾ പണിക്കുന്ന ആളുണ്ട്. അതെങ്ങനെയായി അത് പറയും. അവർ ശീലിച്ച് അതൊരു പണിയായി മാറി. നമുക്ക് ഒരു ചെത്ത് കല്ലെടുക്കാൻ കഴിയുന്നില്ല. ചെത്ത് കല്ലെടുത്ത് ഒറ്റ കൈമ പിടിച്ചിട്ട് ചുമരുമ്പ കയറി ചുമരുമ്പലേക്ക് നടന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെക്കുന്ന പണിക്കാരെപ്പുണ്ട്. എളുപ്പമോ? അതെ, ശീലിപ്പിച്ചുകൊണ്ടെന്ന എല്ലാം ഇതിനേക്കാണ് അജീബായ കാര്യം നടക്കുന്നത്. മുപ്പതിൻ്റെ ഉദാഹരണം പറയട്ടെ. കാണാം. ഫഇന്ന ഖദ് നറൽ മുലൂക വൽ മുൻഅമീന ഫീ അഹ്സാനിൻ ദായിമത്ത്. ഫഇന്ന ഖദ് നറൽ മുലൂക വൽ മുൻഅമീന ഫീ അഹ്സാനിൻ ദായിമ. രാജാക്കന്മാർ അതുപോലെ വലിയ നിയമത്തുடைய പണക്കാരൊക്കെ എപ്പോഴും ദുഃഖത്തിൽ കാണാം. എവിടെ പോയി നോക്കിയാൽ സുഖമുണ്ടെന്ന് ചോദിച്ചാൽ എന്തെല്ലാം പരാതിയാണ് പറയാനുണ്ടാകുന്നത്. പണത്തിനൊരു കുറവില്ല. മുറ്റത്ത് 100 കണക്കിന് വണ്ടി ഉണ്ടാവും. ഓരോ മക്കൾക്കും ഭാര്യക്കും എല്ലാ മക്കളുടെ എണ്ണത്തിനും വണ്ടി ഉണ്ടാവും. എല്ലാ സുഖമുണ്ട്. പക്ഷേ ചോദിച്ചാൽ ദുഃഖത്തിലാണ്. എന്നാൽ വതറൽ മുഖാമിറ ഖദ് യഗ്ലിബു അലൈഹിം മിനൽ ഫറഹി വല്ലദ്ദത്തി. മുഖാമിർ എന്ന് പറഞ്ഞാൽ റോട്ടം വന്നെല്ലാം കളിയിലും കളിക്കുന്ന ആളുണ്ടാവും. ഈ സ്വിറ്റ് കളിക്കാളും മറ്റൊക്കെ അവർക്ക് ലദ്ദത്തും ഫറഹും കാണാൻ ബിക്കിമാരിഹി അവൻ്റെ ആ കളി ഉപയോഗിച്ചിട്ട്. വമാഹു ഫീ മാ യസ്തസ്ഖലു മഅഹു ഫറഹുൻ നാസി ബിഗൈരി ഖിമാരിൻ. ഖിമാറില്ലാണ്ട് ജനങ്ങളെ എങ്ങനെയാണെന്നോട് ചെയ്യുന്നതെന്ന് ഇവനിക്ക് തോന്നുന്നു. ഖിമാറില്ലാണ്ട് ജനങ്ങളെങ്ങനെ ജീവിക്കുന്നതെന്ന് ഇവനിക്ക് ഭാരമായി തോന്നിയെന്ന്. അത്ര കണ്ട സന്തോഷം. ഏതോടെ കൂടാ
ഈ കിമാറിൻ്റെ അവസ്ഥ എന്താണ്? മഹാ അന്നൽ കിമാർ റുബമാ സലബഹു മാലഹു. കിമാർ ഈ കളിയിലിപ്പം നോട്ടം വന്ന് കളിക്കുന്ന എന്ത് കളി, ചൂത് കളി, മറ്റേ കളിയല്ലോ. അത് ചിലപ്പോൾ ഉള്ള പൈസ മുഴുവനും നഷ്ടപ്പെട്ടെന്ന് വരും അല്ലേ? ഖറബ ബൈത്തോലും ബൈത്തെന്താക്കും, പിടിച്ചിട്ട് തറക്കഹോ മുഫലിസായിട്ട് വിടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ചിലപ്പോൾ സംഭവം. എന്നാലും ആ കളിയിൽ എനിക്ക് മാഹിറായി കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നല്ല. സംഗതി ഇങ്ങനെയൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടീന്, എന്നാലും വല്ലാത്ത സന്തോഷം തന്നെ. കണ്ടോ? അതെന്താ? അവതാരിക്കലി തോലി ഇൽഫിഹീലഹു, ദീർഘകാലം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിനുള്ള കാരണത്താലാണ്. വസറഫി നഫ്സിഹിലേഹി മുദ്ദത്തൻ, കുറേ കാലം അതിലേക്ക് അവന് നഫ്സിനെ തിരിച്ചു വിട്ടിട്ടുമുണ്ട്. ബിൽ ഹമാം, രണ്ടാമത്തൊരു ഉദാഹരണം, പ്രാവിനെ കൊണ്ട് കളിപ്പിക്കുന്നു. ഈ പച്ചിക്കാരിലും വന്ന് പാമ്പിനെ കളിപ്പിക്കുന്ന ആളുടെ പ്രാവിനെ കളിപ്പിക്കുന്ന ആളുടെ കൃതിലിട്ട് പാമ്പിനെ കൊണ്ടാണ് നടക്കുന്നത്. നട്ടുച്ച വെയിലത്ത് നേരമ്പെടുത്ത് വെയിലോരടന്താക്കും, അയാൾ നിൽക്കും. അയാൾക്കൊരു പൊള്ളലില്ല. രണ്ട് കാൽമല നിൽക്കുന്നു. ഒന്നും വേണ്ട, വൈകാട്ടുന്ന പോലീസ് ഇങ്ങനെ ആക്കിയിട്ട് നേരം വിളിച്ചിരുന്ന എത്ര മണിക്കൂറാണ്. നമ്മക്ക് ഇന്നായത്തേനാ കൊതുമ്പൊക്കെ കാലും മുട്ടും കടങ്ങി. ഇമാമ് ഇന്നായത്തേനാ കൊതുമ്പക്ക് ഒന്ന് റുക്കോയി പോയാൽ തിരക്കേണ്ടാണ്. മനുഷ്യന് എന്തൊരു അടാബിലാ കഴിഞ്ഞ് ആലോചിക്കണ. വണ്ടിനെ വിളിക്കുന്നില്ല. അപ്പൊ ശമ്പളത്തിലേക്കുള്ള മുണ്ട് പിടിച്ചോണ്ടല്ലേ ഇതിൽ ലതിക്കാൻ തോന്നിയ. പണ്ട് സോഫിയ ചെറിയ ഇതിനെക്കാളും ചെറിയ കുഞ്ഞാകാലത്ത് വെച്ച് ഇതാടാ ഇവിടെ നല്ല രുചികരമായ ഫ്രൂട്ട്സും സാധനം എല്ലാം നിരത്തി വെച്ച് നമുക്ക് തരാനേ. ഇവരെന്താ ഇത് സാഹിദായത്? പുറന്നെടുത്തുകൊണ്ടൊന്നുമില്ലല്ല, ഒരു കത്തിയെടുത്ത് മുറിച്ച് തിന്നൂടെ. നല്ല സാഹചര്യങ്ങളില്ല. ഇപ്പം അതൊന്നല്ല, അവർക്ക് പൈസ കാശ് വെച്ചിട്ട് ഇതിനോട് ഇത് മറന്നു വരാണ്. ഈനാക്കണം നന്നായി കിട്ടുന്ന പൈസക്കോടാന്ന് ഇവർക്ക് താല്പര്യം. അപ്പോൾ എനിക്ക് കുറച്ച് മസീനത്തുണ്ട്. അതാ നമുക്ക് അതിൻ്റെ വേദന അയാൾ അറിയുന്നില്ല. ഇതുകൊണ്ട് അതിനെ പറപ്പിച്ച് വിട്ടാൽ അതിൻ്റെ മട്ടമൊട്ട് പറക്കലും അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ ഹറക്കാത്തെല്ലാം കണ്ടിട്ടുണ്ടാക്കി ഇവൻ ആനന്ദിച്ച് കഴിഞ്ഞു വരും. അത് ഓരോ ഉദാഹരണം പറയുന്നു. ബൽ നറൽ ഫാജിറൽ അയ്യാറ യഫ്തഖിറു ബിമാ യൽഖാഹു മിനൽ ദർബി വൽ ഖത്ഇ വസ്സബ്രി അല സിയാഖ്. കക്കാൻ പോകുന്ന പിടിച്ചുപറിക്കാനില്ലേ, പിടിച്ചുപറിക്കാൻ പോലീസ് സ്റ്റേഷൻ എന്നുള്ള സാരിയില്ല ഉണ്ടാകുന്നില്ലേ. കാരണം എവിടെന്നെല്ലാം പിടിച്ചു പറിച്ചെടുത്തിട്ട് കല്ല് കിട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതൊരു പൊസി കായം വെട്ടിപ്പോയി. മകളാ യഫ്തഖിറു ബിമാ യൽഖാഹു മിനൽ ദർബി വൽ ഖത്ഇ എന്നിട്ട് വസ്സബ്രി അല സിയാഖ് നല്ല ലാത്തിച്ചാർജ് നമ്മൾ സബൂറാക്കുന്നില്ലേ. എത്ര പേര് ഓനെ കൊണ്ട് കുരിശിലേറ്റുന്നത് വരെയും എനിക്ക് സന്തോഷമായിട്ട് വരും. അതൊരു ഫഹ്റാൻ. നാളെ പൊട്ടെടുക്കണം കുറച്ചുമൊക്കെ. അതിനൊക്കെ സബൂർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്താക്കി ഫഹ്റ് കാട്ടെ. ഇതൊക്കെ അവന് നഫ്സിൻ്റെ ഒരു ഫഹ്റാന്നു. ബാങ്ക് കൊള്ളയടിച്ചിട്ട് നല്ല തീവ്രമായ പണിയെടുത്തിട്ടുണ്ടാവും. പേരടിച്ച് അവനെങ്ങനെയാ ബാങ്ക് കൊള്ളയടിച്ചത്. അടുത്തും കൂടെ പോകാൻ കഴിയാത്ത, ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് കൊള്ളയടി. ചിലപ്പോൾ പിന്നെ മുമ്പ് കൊള്ളയടിച്ച സ്റ്റേറ്റ് ബംഗ് മാറ്റാം. ഗ്യാസിൻ്റെ സിലിണ്ടർ ഉണ്ടാകുന്ന പോലും നമുക്ക് മുറിച്ചോണ്ടൊക്കെ എന്തായി ഗ്യാസ് തീർന്നു പോയി. തീർന്നപ്പം പകരം ഗ്യാസ് കിട്ടണ്ടേ. അപ്പുറത്ത് മറ്റൊരു ഹോട്ടൽ ആക്രമിച്ച് രാത്രി ആക്രമിച്ചിട്ട് രാവിലെ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ 2 ബിൽഡിങ് തകർത്തിട്ടാണ് ബാങ്ക് കൊള്ളടിച്ചത്. ഇത് പറയുന്നതൊക്കെ നമുക്ക് പത്രത്തിൽ വരുമ്പോൾ വലിയ പ്രൊസർ. അത്ര വലിയ വീരനായല്ലോ. കണ്ടാ ചെയ്ത കുറ്റം തെളിയിക്കാൻ വേണ്ടി എന്താക്കണമെന്ന് ഓനിക്ക് അടി കിട്ടിയിട്ട് എന്തൊക്കെ കഷ്ടമായി നുറുക്കപ്പെടും പോലീസിൻ്റെ കൈവ കിട്ടുകയാണ്. അതൊരു ധീരതയാണെന്ന് അവൻ ശീലിപ്പിച്ചു അല്ലേ.
എന്നിട്ടോ അവ താത്താഹു കയറു അല്ല വേറൊരാൾ ചെയ്തതിന് വേണ്ടിയിട്ട്. അപ്പോൾ പയസ്സിറു അല ലിങ്ക എന്നാൽ തന്നെ ലിങ്കാർമ കുറച്ച് നിൽക്കും. എത്ര അടി കിട്ടിയാലും തുറന്ന് നമ്മളിക്കൂല. വലാജുമാലി ബിൽ ഉഖൂബാത്ത് ഈ ശിക്ഷ എല്ലാം കിട്ടിയാലും അവർക്ക് പ്രശ്നമില്ല. ഫരിഹൻ ബിമാ യഅതഖിദുഹു കമാലൻ വശുജാഅതൻ വറുജൂലിയതൻ ഒരു ആണത്വം അതുപോലെ ഷജാഅത്ത് കമാലാണെന്ന് ഈ പ്രവർത്തനങ്ങൾ ഇത്തിഖാദ് ചെയ്തു പോയിട്ടുണ്ട്. അക്കാരണമാണ്. അപ്പം എത്രയോ ശിക്ഷകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അഹ്വാൽ എന്തായി ഖുർറത്ത് ഐനി അവൻ്റെ ഖുർറത്തുൽ ഐനായില്ലേ. പിന്നെ നിസ്കാരം ഖുർറത്തുൽ ഐനാ കണ്ടിരിക്കുന്നു ശാത്തിലൊന്നുമില്ലല്ലോ. വലാ യുബാലി വസബബ് ഇഫ്തിഖാരിഹി അവൻ ഇഫ്തിഖാറിൻ്റെ സബബുമായി പങ്കോലം കെട്ടുന്ന കോലം ഇതെല്ലാം കിട്ടുന്നില്ലേ അവൻ്റെ ഹാല് ഏറ്റവും അടക്കം. എന്നാൽ തന്നെ ഈ തശബ്ബുഹു ബിൽ ഇനാസി പെണ്ണുങ്ങന്മാരോട് കോലം കിട്ടുന്നു. എങ്ങനെ എന്തെല്ലാം ഈ നെത്തഫിശാരി മുടിയെല്ലാം പറിച്ചു കളയും. താടിയും മുടിയും മീശ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പെണ്ണായി കോലം കെട്ടണം. അതൊരു ഫഖറായി കണക്കാക്കുന്നില്ലേ. അപ്പം പറിക്കുമ്പോൾ വേദനിക്കുന്നത് നോക്കൂട്ടാക്കുന്നില്ല. വഷ്മിൽ വജി ശരീരത്തിന് അതാ വിഷമത പറയുന്നല്ലേ. വഷ്മിൽ വജി അതുപോലെ മുഖാലത്തൻ നിസായി എന്നിട്ടോ പെണ്ണുങ്ങന്മാരുടെ കൂട്ടത്തിൽ പോയി കൂടും. അപ്പോൾ ഫതറൽ മുഖന്നസ ഫീ ഫറഹിൻ ബിഹാലിഹി ഇവൻ്റെ ഹാല് കൊണ്ട് വലിയ സന്തോഷത്തിലാണ് കഴിഞ്ഞു കൊടുക്കുന്നത്. പങ്കലം കിട്ടുന്നവന് വഫ്തിഖാരിൻ ബി കമാലിഹി ഫീ തഖന്നുസിഹി എന്നിട്ടോ യതബാഹാ ബിഹി മഅൽ മുഖന്നസീൻ മുഖന്നസീങ്ങളുടെ കൂട്ടത്തിൽ അവൻ വലിയ ഫഖർ പ്രകടിപ്പിക്കുകയാണ്. ഹത്താ യജ്രിയ ബൈനൽ ഹജ്ജാമൈനി വൽ കന്നാസൈനി തഫാഖുറു വൽ മുബാഹാത്തു എത്ര വരെ ഹജ്ജാമീങ്ങളുണ്ടല്ലോ കൊമ്പ് വെക്കുന്ന കൂട്ടർ അടിച്ചു വാരുന്ന കൂട്ടരടിയിൽ നിന്ന് ഓർക്കുണ്ടല്ലോ ഫഖറും മുബാഹാത്തും പണി താണതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമാ യജ്രി ബൈനൽ മുലൂക്കി വൽ ഉലമാ രാജാക്കന്മാരുടെയിലും ഉലമായിൻ്റെ ഇടയിലും കുറേ മുബാഹാത്ത് കാട്ടുമ്പോൾ ഈ പണിക്കാരുടെ ഇടയിലുണ്ട് ഫഖർ കാട്ടും. ഫകുല്ലു ദാലിക ഇതെല്ലാം നതീജത്തുൽ ആദത്തി വൽ മുബാലബത്തി അലാ നമത്തിൻ വാഹിദിൻ അല ദവാമി മുദ്ദത്തൻ മദിദ ദീർഘകാലം ഒരേ ശൈലിയിൽ പതിവാക്കി ആദത്താക്കി മാറ്റിയതിൻ്റെ ഫലമാണ് കണ്ടത്. എന്നിട്ടോ അപ്പോൾ മുഷാഹദത്ത് ദാലിക ഫിൽ മുഖാലിത്തീൻ വൽ മആരിഫ് പരിചയക്കാരിലും നമ്മളെ കൂടെ പെരുങ്ങുന്ന ആളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താക്കിയാൽ പതിവാക്കി. ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനങ്ങൾ പതിവാക്കിയാൽ അതിനോടുള്ള പറഹ് ഉണ്ടായിത്തീരും. ഖുർറത്തുൽ ഐനായി മാറുകയും ചെയ്യുന്നവർ. ആദത്ത് കൊണ്ട് നഫ്സായി തസ്തലിബുൽ ബാത്തില ബാത്തിലിനെ പോലും രുചികരമാക്കുന്ന അവസ്ഥയിലെത്തി. അവിടെ ബാത്തിൽ വന്നില്ലേ. ബാങ്ക് കൊള്ളയടിക്കൽ വലിയ ഫഖർ ഇത്ര വലിയ സ്ഥാപനം കൊള്ളടിച്ചില്ലേ. വതമീലു ഇലൈഹി അങ്ങനെ ബാത്തിലേക്ക് ചായുന്നുമുണ്ട്. അവിടുത്തെ പുത്തനാശയക്കാരെ നോക്കിയാൽ മതിയില്ല. എന്തെല്ലാം ബാത്തീനും എന്തെല്ലാം കുരുത്തം കെട്ട വാക്കാ പറയുന്നത്. പക്ഷേ ഒരു ഫഖറാം. ഞാനൊരു ധീരനായി ഒരു മുജദ്ദിദായി ഞാൻ വിചാരിച്ചു. വൈലൽ മഖാബിഹി മോശമായ പ്രവർത്തനങ്ങളിലേക്കും ഫകൈഫല അതുകൊണ്ട് ഫകൈഫല തസ്തലിദുൽ ഹഖ ഹക്കിനെ എന്തുകൊണ്ട് രുചികരമാവൂല എന്നാണ് ഞാൻ പറയുന്നു. നേരത്തെ ബാത്തിൽ വന്നില്ലേ. ലൗ റുദ്ദത്തിലൈഹി മുദ്ദത്തൻ ഹക്കിലേക്ക് കുറേ കാലം ശീലിപ്പിച്ച് മടക്കിയെടുത്താൽ എന്താകും ഹക്കിനെയും രുചികരമാക്കും. വൽതസമത്തിൽ മുബാലവത്ത് അലൈ നമ്മുടെ ചോദ്യം ചുരുക്കത്തിൽ എന്താ ഇങ്ങനെ ഖുർറത്തുൽ ഐനാകുന്ന അവസ്ഥ ഉണ്ടാകൂല നമ്മൾ തോന്നണ്ടാന്ന്. ബൽമൈലുൻ നഫ്സി ഇലാ ഹാദിഹിൽ ഉമൂരി ശനീഅതി എന്നാൽ ഈ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് നഫ്സ് ചായ്യാന്നുള്ളത് ഖാരിജുൻ അനിത്തബഇ തബഇന് പുറത്താണ്. ഇവൻ്റെ പ്രകൃതിക്ക് എതിരാൻ തന്നെ. അപ്പം ഹക്ക് മനുഷ്യനെ അംഗീകരിക്കുന്ന സാധനമാണ്. അപ്പം നല്ലോണാകലത് പ്രകൃതിയിൽ നിന്ന് പുറത്തായ ആൾ തന്നെ എന്താക്കുന്നുണ്ട് ഇത് ശീലമാക്കുന്നുണ്ട്. അപ്പോൾ നഫ്സിന് അനുകൂലമായ കാര്യം വന്നാൽ ഔല കൊണ്ട് വാക്കുന്ന പറയും. മനസ്സിലെ സാധ്യമേ അതാ യുലാഹിൽ മൈല ഇല അക്കിലെത്തീനി കളിമണ്ണ് ഭക്ഷിക്കൽ എന്താണ് ഖാരിജുൻ അനി തബാൽ മനുഷ്യൻ്റെ പ്രകൃതിക്കെതിരാണ്.
തിന്ന് ശീലിച്ചാൽ എന്താക്കും? രുചികരമാവും. മണ്ണ് തിന്നുന്ന രോഗം തന്നെ ഉണ്ടല്ലോ. ചുമര തുറന്നിട്ട് വലിയ വെള്ളയാക്കി തോണിൻ്റെ അടുത്ത് മണ്ണ് തിന്നിട്ട്. അപ്പോൾ ഹക്കിലേക്ക് ചായൽ എന്നുള്ളത് അള്ളാഹു താല നെഫ്സിന് പടച്ചു കൊടുത്തൊരു അസ്ലിയാണത്. അപ്പോൾ അവൂല കൊണ്ടും ചായുന്നവർ ഇതാ ഫഖദ് യഗ്ലിബ് അലാ ബഅദിന്നാസി ദാലിക ബിൽ ആദത്തി. മണ്ണ് തിന്നിട്ട് എന്താക്കുന്നറിയോ? അത് ഗാലിബായിട്ട് ഭക്ഷണത്തിന് പകരം മണ്ണ് ഇങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഫഅമ്മാ മൈലുഹു ഇലൽ ഹിക്മത്തി വഹുബ്ബുല്ലാഹി തആല വമഅരിഫതുഹു വഇബാദതുഹു. അപ്പോൾ ഹക്കിലേക്ക് ചായല പറയുന്നത്, ഹിക്മത്തിലേക്ക് ചായൽ, അള്ളാഹിൻ്റെ ഹുബ്ബിലേക്ക് ചായൽ, മാരിഫത്തിലേക്കും വിവാദത്തിലേക്കും ചായൽ. വഹുവ കൽ മൈലി ഇല തആമി വശറാബി. തആമു ശറാബിലേക്കുള്ളത് അത് പ്രകൃതിക്ക് അനുകൂലമാണ്. ഫഇന്നഹു മുഖ്തള തബഇൽ ഖൽബി. കാരണം കൽബിൻ്റെ തബഇൻ്റെ മുഖ്തളയാണത്. എന്തുകൊണ്ട്? ഫഇന്നഹു കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? അംറു റബ്ബാനി, റബ്ബിലേക്ക് ചേർക്കപ്പെട്ട നിസ്ബ ചെയ്യപ്പെട്ട അമ്രാണ് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ റബ്ബിൻ്റെ തൃപ്തികരമായ കാര്യങ്ങളിലേക്ക് ചായാന്നുള്ള എളുപ്പമാണെന്നാണ്. വമൈലുഹു ഇലാ മുഖ്തളയാത്തി ശഹവത്തി ഖരീബൻ മിൻ ദാതിഹി. ഷഹവാത്തിൻ്റെ മുഖ്തളയിലേക്ക് ചായുക എന്നുള്ളതാണ് ഖരീബാന്നൊരു അസഹ്യമാണ്, അത് അന്യമാണ്. കണ്ടാ? വആരദുന അലാ തബഇൻ്റെ മേലെ പുറത്തു നിന്ന് ആരുതായ സാധനമാണ്. വഇന്നമാ ഗിദാഉൽ ഖൽബി അൽ ഹിക്മത്തു വൽ മഅരിഫത്തു വഹുബ്ബുല്ലാഹി അസ്സ വജല്ല. അത് പറഞ്ഞു വന്നെന്താണ്? ഒരു ചോദ്യത്തിന് മറുപടിയാണ്. ഇബാദാത്ത്, തിലാവത്തുൽ ഖുർആൻ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഖുർറത്തുല്ലൈനായി മാറുന്നൊരവസ്ഥ വരുമോ എന്ന് ചോദിച്ചാൽ അത് വിദൂരമല്ല. ഇത് കുറേ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഹക്കിനെ തൊട്ട് തെറ്റിയിട്ട് കുരുത്തങ്കെട്ട ബൈക്ക് വരെയും പോകുന്നത് നടക്കുന്നുണ്ട്. അപ്പോൾ കൽബിൻ്റെ മുക്തതയായ മഅരിഫത്ത് ഹിക്മത്തിലേക്ക് ഔല കൊണ്ട് മടുക്കൂന്നാ പറഞ്ഞ. അതുണ്ട്. ഇവിടെ അള്ളാഹിൻ്റെ പ്രേരണയുണ്ടല്ലോ, ഇവിടെ മലായിക്കത്തിൻ്റെ പ്രേരണയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പം കാണാത്തത്? വലാകിൻ ഇൻസറഫാൻ മുഖ്തള തബഇഹി. അതിൻ്റെ തബഇ വിട്ടിട്ട് എന്താക്കി തെറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് തെറ്റി? മാറതി കഥ അല്ലബി. ഈ കൽബിൽ രോഗം കടന്നിട്ട് അതിനാണ് നമുക്ക് മൂന്നാമത്തെ ആസ്പത്രി പോകണമെന്ന് പറഞ്ഞതിൻ്റെ കള്ളി. രോഗം വന്നിട്ടാണ്. ഏതുപോലെ മണ്ണ് തിന്നാൽ പൂതിയിൽ നിന്നുണ്ടാന്ന് ശരീരത്തിൽ എന്തോ രോഗം കൊണ്ടുണ്ടാകും. ഒരു മെൻ്റൽ രോഗമാണ്. സാധാരണ കിടക്കുന്ന ആൾ കാട്ടിലും മലയിലും പോയിട്ട് വെറുതെ കിടന്നുറങ്ങുന്നു, മാനസിക വിഭ്രാന്തിയാണ്. ഇതേമാതിരി ഇബാദത്ത് രുചികരമല്ലാത്തൊരവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? കൽബിലൊരു മറന്നിറങ്ങിയിട്ടുണ്ട്. ഏതുപോലെ കമാ ഖദ് യഹില്ലുൽ മർദു ബിൽ മഅദത്തി. ആമാശയത്തിൽ ഒരു രോഗം വന്നാൽ ഫലാ തശ്തഹി തആമ വശറാബ. തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട എന്ന അവസ്ഥ. ഇതുപോലെ കൽബിൽ മറന്നിറങ്ങിയോണ്ട് നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, തിലാവത്തും വേണ്ട, ഒത്തും വേണ്ട എന്ന് പറയും. കണ്ടാ? അപ്പോൾ ബഹുമാ സബബാനി ലി ഹയാത്തി. എത്തരത്തിൽ തആമ് ശറാബ് എന്നുള്ളത് നഫ്സ് ഹയാത്താകാനുള്ള സബബാണ്, അതുപോലും വേണ്ട എന്നതുപോലെ കൽബിൻ്റെ ഹയാത്താകുന്ന ഇൽമി ഹിക്മത്തിലേക്ക് എന്താവൂല? കൽബ് ചായാത്തത് കൽബിനുള്ളിൽ രോഗമുണ്ട്. ഫകുല്ലു ഖൽബിൻ മാല ഇലാ ഹുബ്ബി ശൈഇൻ സിവല്ലാഹി തആല. അല്ലാഹു തആല അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഹുബ്ബിലേക്ക് വല്ല കൽബും ചാഞ്ഞിട്ടുണ്ടെങ്കിൽ പല യംഫഖു അൻ മറദിൻ. രോഗത്തിനെ തൊട്ട് ഒഴിഞ്ഞിട്ടില്ല. ബിഖദ്രിമി. എത്രത്തോളം ചായുന്നു അതിൻ്റെ കണക്കനുസരിച്ച് രോഗം കൂടുണ്ട്. ഇല്ലാ ഇദാ കാന അഹബ്ബ ദാലിക ശൈഅ ലികൗനിഹി മുഈനൻ ലഹു അലാ ഹുബ്ബില്ലാഹി തആല വഅലാ ദീനിഹി. അള്ളാഹിൻ്റെ ഹുബ്ബിൻ്റെ മേൽ സഹായിക്കുന്നതും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേൽ സഹായകമാകുന്ന ഒരു സാധനത്തിന് സ്നേഹിച്ചാലൊഴി. അല്ല അല്ലാത്തതെന്ന് പറയുന്നതിൽ പല സാധനം പെട്ടില്ലേ? അപ്പം അയാൾ എന്താക്കുന്നത്? ഈ അല്ല അല്ലാത്ത സാധനം അള്ളയിലേക്ക് സഹായിക്കും എന്ന് കാണുമ്പോൾ അതിനോട് ഹബ്ബുണ്ടാവും. അതെന്താണ്? ഹബ്ബുലില്ലാഹി. ഫഇൻത ദാലിക ലാ യദുല്ലു അലാ ദാലിക. അത് മറന്നാന്ന് പറയാൻ പറ്റൂല. എന്താ മൂപ്പർ സാധിക്കില്ല? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതെ. ഫഇദൻ ഖദ് അറഫ്ത ബിഹാദ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടല്ല എനിക്ക് തിരിഞ്ഞില്ലേ? ഖാത്തിഅൻ. ഇനി സംശയിക്കണ്ട.
അന്ന ഹാദിഹിൽ അഖ്ലാഖൽ ജമീലത യുംകിനു ഇക്തിസാബുഹാ ബിർറിയാളാൻ. അപ്പോൾ തുടങ്ങിയതിലേക്ക് എത്തി. അന്ന നതീജ പറയുന്നു, റിയാദ കൊണ്ട് ഇതെല്ലാം സമ്പാദിച്ചുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ റിയാദ? തുടക്കത്തിൽ കുറേ തകല്ലുബ് വേണ്ടി വരും, ലദീദായി തോന്നൂല. നീ തസീറ തബഅൻ ഇന്തിഹാഅൻ, അത് ശീലിച്ചെന്താകും? ഇന്തിഹായിൽ തബആയിട്ട് മാറും. വഹാദാ, ഇത് മിൻ അജീബിൽ അലാഖത്തി ബൈനൽ ഖൽബി വൽ ജവാരിഹി, കൽബിൻ്റെ ഇടയിലും ജവാരിഹിൻ്റെ ഇടയിലും ഒരു പ്രത്യേക അലാഖത്തുണ്ട്. ഏതാ? കൽബ് അരിൻ നഫ്സ്, നഫ്സും കൽബുടൊന്ന്. ആ ജവാരിഹദാ ബദനി, അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താക്കും? അതിൻ്റെ ഒരു അംശം കൽബ് സ്വീകരിക്കും. കൽബിലുള്ള ചില ഹാലത്ത് എന്താക്കും? പ്രവർത്തിപ്പിക്കും, ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പരസ്പരം ഒരു അലാഖത്തുണ്ട്. ഫഇന്ന കുല്ല സിഫത്തിൻ തദ്ഹറു ഫിൽ ഖൽബി, അതാ പറയുന്ന കൽബിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. കൽബിൽ ലാഹിറാകുന്ന എന്തെങ്കിലും സിഫത്തുണ്ടെങ്കിൽ യഫീദു അസറുഹാ അലൽ ജവാരിഹി, ജവാരിഹിൽ അതിൻ്റെ അസർ കാണും. എത്ര? ഹത്താ ലാ തതഹറകു ഇല്ലാ ലാ വിഫ്തിഹാ ലാ മഹാലത, കൽബിലടങ്ങിയ സിഫത്തിൻ്റെ ഒപ്പിച്ചുണ്ടാണ്ട് പ്രവർത്തനം ഉണ്ടാവില്ല, എതിരായ പ്രവർത്തനം വരില്ല. കൊല്ലുനായി എത്ര ബിമാ ഫീഹി എന്നൊരു പാട്ടിൽ ഒരു പറച്ചിലില്ലേ, ഒരു പാത്രത്തിൽ എന്താ ഉള്ളത് അതാ തുമ്പിയ പുറത്തു വരിക. ഇനിയോ വക്കുല്ലു ഫേലിൻ യജ്രിയൽ, അത് അല്ല പുറത്തുനിന്ന് ഉള്ളിലേക്ക്. വക്കുല്ലു ഫേലിൻ യജ്രിയൽ ജവാരിഹി, അംഗങ്ങളിൽ കൂടി നടക്കുന്ന ഏതൊരു പേനും ഫഇന്നഹു യർതഫിഉ മിൻഹു അസ്റുൻ ഇലൽ ഖൽബി, കൽബിലേക്ക് ഒരു അസ്ർ അങ്ങോട്ടും പോകും. അല്ല, അത് ഞാൻ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. വൽ അംറു ഫീഹി ദൗറുൻ, അതിനാണ് അമ്രെന്താന്ന്? ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, പുറത്തുനിന്ന് ഉള്ളിലേക്ക്, അതാ ദൗർ. വയുറഫു ദാലിക, അത് വേഗം തിരിയും. ബിമിസാലിൻ, ഒരു മിസാൽ പറയട്ടെ. വഹുവ അന്ന മൻ അറാദ അൻ യസീറൽ ഹദക ഫിൽ കിതാബത്തി ലഹു സിഫതൻ നഫ്സിയതൻ, കിതാബത്ത് എന്നുള്ളത് അവൻ്റെ ദാത്തിലുള്ള ഒരു സിഫാത്തായി മാറണം. അതാണ് അവൻ്റെ കൂലി. അല്ല, അത് ഇങ്ങോട്ടേക്ക് ഈ ചെയ്ത പണിയുന്ന ചെറിയൊരു ശതമാനം കൽബിലേക്ക് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതാ ഇവൻ്റെ കിതാബത്ത് എന്നുള്ളത് നഫ്സി സ്വഭാവമായിട്ട് മാറണം. ഹത്താ യസീറ കാത്തിബൻ ബിത്തബഇ, അപ്പം ബിത്തബഇ കാത്തിബാകണം, പെണ്ണെടുക്കണം, എഴുതണം, അല്ലേ? പല തരീഖ ലഹു, അതിന് തരീഖില്ല, അപ്പം കൽബിലേക്ക് കയറ്റാനി. ഇല്ല യതഅത ബിജാരിഹത്തിൽ യദി, കൈയാകുന്ന അംഗങ്ങളെ കൊണ്ട് പ്രവർത്തിക്കണം. മാ യതഅതാഹുൽ കാത്തിബുൽ ഹാദിഖു, നല്ല നിപുണനായ ഒരു കാത്തിബ് കാട്ടുന്ന നമ്മൾ ചോക കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കളിക്കും. ആയിക്കോണ്ടാകുമ്പോൾ എന്തായി? കത്തബ 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 ഫസാറ കാത്തിബൻ, കാത്തിബായി കഴിഞ്ഞാലോ സാറ കാത്തിബ ഫകത്തബ ഫകത്തബ. അല്ല, ഓൻ ബിൽഫെയിൽ കാത്തിബുണ്ടല്ല, എല്ലാം ബിൽഫെയിലായിട്ടെന്തല്ലോ, ബിൽക്കുവയിലായിട്ട് കാത്തിബായി കിടക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ഡ്രൈവർ ആകണമെങ്കിൽ സീറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ചവിട്ടിയിട്ടും കുത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടെല്ലാം പഠിച്ചില്ല. ആൾ ഓടിച്ചിട്ടില്ലെങ്കിലും ഡ്രൈവർ തന്നെയല്ലേ? അല്ല, ബിൽക്കുവയിലുണ്ട്, വയങ്ങിയാൽ കൂട്ടും. അത് ശരിക്കാത്ത ആൾക്ക് ഈ ജവാരിഹിന്ന് അങ്ങോട്ട് കടക്കാത്ത കാലത്ത് എൻ്റെ മതിയാവും, തിരിച്ചിരിക്കാനേ കഴിയും. ثم لا يزال يواظب عليه مدة طويلة يحاكي الخط الحسن. നല്ല എഴുത്ത് കണ്ട അതിനെ കോപ്പി അടിച്ചിട്ടുണ്ടാക്കണം, ഇങ്ങനെ അനുകൂലിച്ചിട്ട് അതിനോട് പോയി കഴിഞ്ഞാൽ എഴുത്തുകാരനെ ഞാൻ കൊണ്ട് പട്ടിക്കാട്ട് ഇങ്ങനെ ഊർന്നില്ല, നല്ല സ്റ്റൈലിൽ അങ്ങോട്ട് എഴുതി കൊടുത്താലും വായിക്കുമ്പോൾ കുയ്യ വായിക്കില്ല. അതിൻ്റെ ആധാറ് പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ കൂട്ടില്ല ഒഴിഞ്ഞു നോക്കിയാൽ ചില പഠിക്കുന്ന കാസർഗോട്ടാറ് പിള്ളേരുണ്ട്, അതൊക്കെ ചോക്കെടുത്തിൻ്റെ മുകളിലേക്ക് കൂടി ഇങ്ങനെ എഴുതി നോക്കും. പക്ഷേ എഴുതുമ്പോൾ കുറേ സമയം എടുക്കും, ആ മരച്ചടക്ക് പെട്ടെന്ന് ഇങ്ങനെ ആവില്ല. അതാ ഫഇന്ന ഫഇലൽ കാതിബി ഹുവൽ ഖത്തുൽ ഹസൻ, കാതിബിൻ്റെ പേരെന്താണ്? ഖത്തുൽ ഹസൻ. ഫയതശബ്ബഹു ബിൽ കാതിബി തകല്ലുഫൻ, ആദ്യം എന്തായി? ആ കാതിബിനോട് തശബ്ബുഹായി.
സുമ്മ ലാ യസാലു യുവാദിബു അലൈഹി, പിന്നെ അതിൻ്റെ മേലെന്താക്കി പതിവാക്കിയത് ഹത്താ യസീറ സിഫതൻ റാസിഖതൻ ഫീ നഫ്സിഹി, ഇസാബത്ത് എന്നുള്ളത് അവൻ്റെ മനസ്സിൽ ഉറച്ച ഒരു സിഫത്തായി മാറിയിരിക്കുന്നു. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഫയസ്തുറു മിൻഹു ഫിൽ ആഖിർ, ഇനി അവസാന ഭാഗത്ത് എന്തായി അൽ ഖത്തുൽ ഹസനു തബഅൻ, തബഅനായിട്ട് ഖത്തുൽ ഹസൻ വരും. ഏതുപോലെ കമാ കാന യസ്തുറു മിൻഹു ഫിൽ ഇബ്തിദാഇ തകല്ലുഫൻ, തുടക്കത്തിൽ തകല്ലുഫായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഫകാനൽ ഖത്തുൽ ഹസനു ഹുവല്ലദീ ജഅല ഖത്തഹു ഹസനാൻ, അല്ലേ? അപ്പോൾ ആദ്യം എന്താക്കി അവൻ അംഗീകരിച്ച് ഖത്തുൽ ഹസൻ എന്താക്കി ശീലിപ്പിച്ചിട്ട് ആ രൂപത്തിൽ എഴുതാനുള്ള ഭാഗം ഉണ്ടാക്കി തീർത്തു. വലാകിനൽ അവ്വലു ബി തകല്ലുഫിൻ, തുടക്കത്തിൽ തകല്ലുഫുണ്ട്. ഇല്ലാ അൻ ഇർതഫഅ മിൻഹു അസറുൻ ഇലൽ ഖൽബി, ആ തകല്ലുഫായി എഴുതുന്നതിൽ നിന്ന് ഖൽബിലേക്ക് ഒരു അസർ കയറി ചെന്നപ്പോൾ സുമ്മൻ ഖഫദ മിനൽ ഖൽബി ഇലൽ ജാരിഹത്തി, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. ഫസാറ യക്തുബുൽ ഖത്തൽ ഹസന ബിൽ മുഖബൈ, അത് പറയേണ്ട ആവശ്യം വേഗം തിരിയുന്ന ഉദാഹരണമാണ്. വകദാലിക മൻ അറാദ അൻ യസീറ ഫഖീഹൻ നഫ്സി, നഫ്സ് ഒരു ഫഖീഹാകണം, എന്ത് മസല ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടുന്ന ഒരാളാകണം, ഒരു വലിയൊരു മുസ്ലിയാറാകണം എന്ന് ചോദിക്കാം. വലാ തരീഖ ലഹു, അതിന് തരീഖില്ല ഇല്ലാ യതആത അഫ്ആലുൽ ഫുഖഹാഇ, ഫുഖഹാക്കന്മാർ ചെയ്ത പണിയുണ്ടല്ലോ നമ്മുടെ മേലെ ഉസ്താദന്മാരൊക്കെ ചെയ്തേ, അതുകൂടെ നടക്കുകയല്ലേ. പഠിക്കുക, ഓതുക, ആശയം എടുക്കുക, ശറഹ് എടുക്കുക, വായിക്കുക, പഠിക്കുക, കൂക്കി പിടിച്ചിട്ടുള്ളവനല്ലേ പാട്ടെല്ലാം പഠിച്ച് അങ്ങനെ ആയിക്കോടുക്കുമ്പോൾ. വലാകിൻ വഹുവ തക്റാറു, ഏതാണ് അഫ്ആലുൽ ഫുഖഹാ, അത്തക്റാറു ലിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ വേണ്ടി ആവർത്തിച്ചെന്നെ പല കിതാബ് നോക്കി തന്നെ ഹത്താ തൻഅതിഫ മിൻഹു അലാ ഖൽബിഹി സിഫത്തുൽ ഫിഖ്ഹി. അപ്പോൾ ഫിഖ്ഹ് എന്നുള്ള ആ സിഫത്ത് എന്താക്കും കൽബിലേക്ക് അണഞ്ഞു ചെയ്യുമ്പോൾ ഫയസീർ ഫഖീഹുൻ നഫ്സ്, അയാൾ ഫഖീഹുൻ നഫ്സായി മാറും. وكذلك من أراد أن يصير سخيا عفيف النفس حليما متواضعا, ഇതൊക്കെ ആകണമെന്നാണ് ഒരാളെ പൂതി. ഇതാണ് നമ്മളെ വിഷയം, ബാബിൻ്റെ വിഷയം അതാണ്. ഇങ്ങനെ സഖിയ് ദാനധർമ്മം, അഫീഫുൻ നഫ്സി എന്ന് പറഞ്ഞാൽ ഷഹവത്തും കഥമ നിയന്ത്രിക്കപ്പെട്ട നല്ല ഇപ്പത്തുള്ള ഒരാളാകല്, ഹലീമാകല് കഥമ നിയന്ത്രിച്ചിട്ട്, മുത്തവാദി കിബർ നിയന്ത്രിച്ചിട്ട്. ഫയൽസമുഹു അൻ യതആത അഫ്ആല ഹഉലാഇ, സഖിയിൻ്റെ പ്രവർത്തനങ്ങൾ അഫീഫുൻ നഫ്സായ മറ്റൊരാളെ പ്രവർത്തനം, ഹലീമായ ആളെ മുത്തവാദിയാളെ പ്രവർത്തനം എന്താക്കണം, ഇയാൾ കൈകാര്യം ചെയ്യണം തകല്ലുഫൻ. അതിനാണ് എന്താക്കുന്നത് ഓരോരുത്തരെ കിസ്സ വായിക്കുന്നത്. സഹാബത്തിൻ്റെ കിസ്സയിലുണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്സയിൽ എത്രയോ ഉണ്ട്, സഹാബത്തിൻ്റെ ഉണ്ട്, ഔലിയക്കന്മാരിലുണ്ട്, ജാഫിയിൽ മറ്റൊക്കെ ഓരോ ഔലിയക്കന്മാരെ കഥ പറഞ്ഞു. അത് ഓരോടും അമ്പത്തും വെച്ച് അതുപോലെ ഒന്ന് ആക്കണം, പ്രവർത്തിച്ചാവും. കഥ കേട്ട് മതിയാക്കി ഉണ്ടാവില്ല. അതാ തകല്ലുഫൻ ഹത്താ യസീറ ദാലിക തബഅൻ ലഹു, ഇനി പാടട്ട് പല ഇലാജും ഇല്ലാതായിരിക്കും. ഇതല്ലാതെ വേറെ മാർഗേ ഇല്ല. വേണോ പോണ്ടെന്നാദ്യം തീരുമാനിക്കാം, വേണ്ടത് ചെയ്തുകൂടാ. അതാ വകമാ അന്ന താലിബൽ ഫിഖ്ഹിൻ നഫ്സി, ഈ ഫിഖ്ഹുൻ നഫ്സ് ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടല്ലോ, ലാ യയസു മിൻ നൈലി ഹാദിഹി റുതുബത്തി, ഈ റുതുബ കിട്ടൂല എന്ന് വെച്ചിട്ട് നിരാശപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഈ തഹത്തിൽ ലൈലത്തിന് ഒരു രാത്രി ലീവായപ്പോൾ, ഒരു രാത്രി ലീവ് എടുത്താലേ ലീവ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇത് കിട്ടൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? ശനി വെള്ളിയും ശനി ലീവ് കൊടുത്തിട്ട് എന്താക്കി ഞായറാഴ്ച ശനി എന്താ ശനിയാഴ്ച ഇപ്പം ഒന്ന് പണി തുടങ്ങുമ്പോൾ അടുക്കുള്ള ലീവ് കാരണത്താൽ ഈ ഫിഖ്ഹുൻ നഫ്സ് മുടങ്ങുന്നുണ്ടാവും. എന്നതുപോലെ നമ്മൾ മുജാഹദ ചെയ്യുമ്പോൾ ഒരിക്കലും രണ്ടോ ലീവ് വന്നുകൊണ്ടൊന്നും ഉണ്ടാവില്ല, നഷ്ടപ്പെടില്ല. വലാ യനാലുഹാ ബി തക്റാരി ലൈലത്തിൻ, ഇനി ഒറ്റ രാത്രി ആവർത്തിച്ചതുകൊണ്ട് കിട്ടുകയും ചെയ്യില്ല. സംഗതി പറഞ്ഞാ ഫകദാലിക താലിബു തസ്കിയത്തിൻ നഫ്സി വതക്മീലഹാ വതക്മീലിഹാ എന്നല്ലേ വതഹ്ലിയതിഹാ ബിൽ അഅമാലിൽ ഹസനതി, തഹ്ലിയതിഹാ സമീക്കലി, അഖ്ലാഖുൽ ഹസനത്ത് കൊണ്ട് സമീക്കലും അത് തക്കിയത്താക്കലും, ലാ യനാലുഹു ബി ഇബാദത്തി യൗമിൻ, ഒറ്റ ദിവസം ഇബാദത്ത് എടുത്താൽ കിട്ടൂല. ഇതുപോലെ ഒരു രാത്രി കിട്ടാൻ നോക്കിയാൽ ഫഖീഹാവൂല, ഒരു ദിവസം മുടങ്ങിപ്പോയത് കൊണ്ട് ആകാണ്ടിക്കുകയും ചെയ്യൂല. അതിനെയും പറയുന്നത് വലാ യുഹറമു അൻഹാ ബി ഇസ്യാനി യൗമിൻ, ഒരു ദിവസം കുറ്റം ചെയ്ത് പോയത് കൊണ്ട് തടയപ്പെടുകയും ചെയ്യൂല. മറ്റേ കാണുമ്പോൾ തന്നെ ഇത്
എങ്ങനാ അതന്നെ അധ്വാനിച്ചാൽ കിട്ടും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ എന്ന് അല്ലാഹു പറഞ്ഞു. ഇല്ലാ മുജാഹദ അള്ളേറ്റില്ലേ സുലൂക്ക് ഏതാന്ന് വല്ലദീന ജാഹദൂ ഫീനാ അതിൻ്റെ ചെറുബന്ധാണ് ലനഹ്ദിയന്നഹും സുബുലനാ. ഇലാഹിയായ ജൂത നമ്മൾ കണിച്ചു വെച്ചിട്ടെങ്കിൽ അത് ചെയ്യാണ്ട് കിട്ടുകയേ ചെയ്യില്ലല്ലോ. അതേ അവസരത്തിൽ അമ്പിയാക്കൾക്ക് എന്ത് ഇലാഹിയായ ജൂതയേ ഉള്ളൂ. അവർക്ക് മുജാഹദ ചെയ്തിട്ട് കരസ്ഥമാക്കേണ്ടതില്ല. എന്തുകൊണ്ട്? മുജാഹദ ചെയ്യണമെങ്കിൽ ഓർക്ക് അതിൻ്റെ മുകളിൽ ഒരാൾ വേണം. ഈ തസലുസിൽ അവസാനിക്കില്ല. കിട്ടാം, പക്ഷെ അള്ളാഹുവിൻ്റെ ആദത്തുണ്ടല്ലോ. അപ്പോൾ ചെറിയതിന് വലുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഇഖ്ലാസ് അതിനുള്ള നേരത്തെത്തുള്ള അത്രത്തോളം പോകും. വെറും ദ്വാന്നിട്ടുണ്ടാവില്ല. ദുആ അതിൻ്റെ ഒരു ഭാഗം, മുജാഹദൻ്റെ ഒരു ഭാഗം. പിന്നെ ചിലർ കൊടുക്കലുണ്ട്, നീ എടുത്തു വന്നിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് പിന്നെ റെഡിമെയ്ഡ് ആക്കി വെച്ചത് തന്നെയാണ്. അതെ, വഹുവ മഅനാ ഖൗലിനാ, ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്നൽ കബീറത്തൽ വാഹിദത ലാ തൂജിബു ശഖാഅൽ മുഅബ്ബദ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഒരൊറ്റ കബീറത്ത് ചെയ്താൽ കാലാകാലമുള്ള ശഖാ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്ന്? ചിലപ്പം ഒരു കബീറത്ത് കൊണ്ട് ശഖാ ഉണ്ടാകാമല്ലോ. ആവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുജാഹദ ചെയ്തു കൊടുക്കുന്ന ഇടയിൽ എന്തായി ഒരു ദോഷം സംഭവിച്ചത് കൊണ്ട് എടുത്തിടത്തോളം പൊളിഞ്ഞിനി നിരാശപ്പെടണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഹിക്കമയിലുണ്ടല്ലോ, ഇതാവത്തലക്ക വിജഹത്തം മിനത്തവ താറുഖി ഫലാ തുബാലി മഅഹാ അൻകല്ല അമലുക. അപ്പോൾ ഞാൻ ചോദ്യമല്ലേ, ഒരു ദിവസം അമലും മടങ്ങിക്കിടന്നെന്ന് വെച്ചിട്ട് നിരാശപ്പെടാൻ പറ്റില്ല. വലാകിന ലുത്ലത്തു ഫീ യൗമിൻ വാഹിദിൻ, പക്ഷെ എന്താണെന്നറിയോ, ഓരോ ദിവസം ലീവാക്കിയാൽ നാളെ നോക്ക് 2 ദിവസം കൊണ്ട് ലീവാക്കുന്നത്. ഏതാണ്ട് 2 ദിവസമായിരുന്നു 3 ദിവസം ആക്കാന്ന് പറയും. അപ്പം നമുക്ക് ലീവ് മുന്നല്ല ലീവായി. അത് പറ്റൂല. അതെ. ഇനി സുമ്മ തദാഅ ഖലീലൻ ഖലീലൻ, പിന്നെന്താക്കും, ഒന്ന് മറ്റൊന്നിലേക്ക് കുറേശ്ശെ വിളിച്ചിട്ട് കസൽ, മടി കൊണ്ടെന്താക്കി ഇണങ്ങിച്ചേരുകയും ആ തഹസീൽ എന്താക്കി പറ്റ മുടങ്ങുകയും ചെയ്യും. അപ്പം ഫിഖിന്റെ ഫളീലത്ത് കിട്ടാണ്ട് പോയി. അപ്പം ലീവുന്നല ലീവായാൽ പിന്നെ പണി നടക്കൂല. ഒറ്റ ലീവ് കൊണ്ട് കേസുമില്ല. ഇതുപോലെ ഒരു ഉദാഹരണം, വകദാലിക സഗായിറുൽ മആസി, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ യജുറു ബഅദുഹാ ഇലാ ബഅദിൻ, അത് ബഅദിലേക്ക് പോകും. ചെറുതല്ലേ. അപ്പം പലതുള്ളി പെരുവെള്ളം എന്ന് പറച്ചിലുണ്ട് അല്ലേ. ഹത്താ യഫബിത അസ്ല സആദത്തി യഫുത ഹസ്ലു സആദത്തി, അപ്പോൾ അസ്ലു സആദത്ത് തന്നെ നഷ്ടപ്പെടും. എങ്ങനെ? ബിഹാദിമി അസ്ലിൽ ഈമാനി ഇൻദൽ ഖാതിമ മഅല്ലാഹ്, അസ്ലുൽ ഈമാൻ തന്നെ എന്താക്കും, പൊളിഞ്ഞു പോയിട്ട് സാധത്തെ നഷ്ടപ്പെടും. അപ്പോൾ സഹായത എന്ന് പറഞ്ഞിട്ട് കൊള്ളാൻ പറ്റൂല. വകമാന തക്റാറ ലൈലത്തിൻ, ഒരു രാത്രി ആവർത്തിച്ചാൽ ലാ യുഹിസ്സു തഅസീറുഹു ഫീ ഫിഖ്ഹിൻ നഫ്സി, നഫ്സിൻ്റെ ഫിഖിൽ ചെറിയ വലിയ തഅസീറൊന്നും കാണൂല. ഇനി ബൽ യദ്ഹറു ഫിഖ്ഹുൻ നഫ്സി ശൈഅൻ ഫശൈഅൻ, കുറേശ്ശൻ മണിക്കൂർ സൂചി നടക്കും പോലെ. മണിക്കൂർ സൂചി സ്ഥാനം തെറ്റി കാണൂല. കുറേ ഒരു മണിക്കൂറായിട്ട് വന്നാലും അക്കം പറിച്ചു കേട്ടോ. അല തദ്രീജ്, ഉദാഹരണം, നല്ല ടോണിക്ക് കുടിച്ച് നാളേക്ക് നോക്കിയാൽ തടി കൂടിയിട്ട് കാണൂല. കുറേ ദിവസം കഴിയുമ്പോഴാണ് തടി സുമാർ കൂടിയിട്ട് കാണും. എപ്പം നോക്കുന്ന ആൾ കാണൂല. പൂ വിരി നോക്കിയിട്ട് പൂ ഇങ്ങനെ ഉണ്ടാവും. അത് വിരിയാൻ പോയിട്ട് അവിടെ കോക്കുന്ന വിരിയുന്ന കാണുന്നില്ല, അതിൻ്റെ ഹർക്കത്ത് കാണുന്നില്ല. മിസലു നുമുവിൽ മദനി, ശരീരത്തിൻ്റെ തടിയുണ്ടല്ലോ വളർച്ച. വർത്തിഫായിൽ കാമ, അതുപോലെ ഇപ്പോൾ അമീനത്തിലെ ഒക്കെ ഉള്ളത് തടി പൊന്തുന്ന നാളേക്ക് പൊന്തിപ്പിച്ച സംഘടിക്കാൻ കഴിയും. കുറേ കാലം കഴിയുമ്പോൾ കാശ് പിന്നെ വന്നിട്ടുണ്ട്. അതാ ഇപ്പോൾ കദാലിക ത്വാഅത്തുൽ വാഹിദത്തു,
ഒരൊറ്റ താഅത്ത് ലാ യുഹസ്സു തഅ്സീറഹാ ഫീ തസ്കിയത്തിൻ നഫ്സി ലാ യുഹസ്സു തഅ്സീറുഹാ ഫീ തസ്കിയത്തിൻ നഫ്സിൽ അതിൻ്റെ അസർ കാണൂല വതത്ഹീരിഹാ ഫിൽ ഹാരി പെട്ടെന്ന് വലാകിൻ ലാ യംബഗി അൻ യുസ്തഹാന ബിഖലീലി ത്വാഅത വഖലീലു ത്വാഅത്ത് സാരമില്ലാന്ന് നോക്കാൻ പറ്റൂല, നിസ്സാരപ്പെടുത്താൻ പറ്റൂല. കണ്ടോ, ഫൈനൽ ജുംദത്തൽ കസീറത മിൻഹാ മുഅസ്സിറത്തുൻ, ഈ കലീലിൽ നിന്ന് കുറേ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താക്കും, കസീറത്താകുമല്ലോ. ചെറിയ പണ്ണാമ്പലണക്കത്തെ നൂല് പിരിച്ചുകൂട്ടിയ കമ്പക്കയറാവൂലേ, അതിനെ കൊണ്ട് മരയെല്ലാം കിട്ടിയിട്ട് വിൽക്കല. മജിത്തമാത്തിൽ ജുംലത്തു മിനൽ ആഹാദി, ഇവര് മൊത്തത്തിലുള്ള ഒന്ന് ആഹാദിനാൽ ഒരുമിച്ച് കൂടിയതല്ലേ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഒരു തഹസീലുണ്ട്. 100 എണ്ണം കൂടിയാൽ ആളുടെ തഹസീൽ ഒന്ന് കൂടിയാൽ എന്തായാലും 1% തഹസീലുണ്ട്, പക്ഷെ അത് പ്രകടമാകൂല. അപ്പം എന്ത് താഴത്തായാലും ശരി അതിനൊരു അസറുണ്ടാവില്ലാണ്ടിരിക്കൂല. നോക്കിയാൽ കാണുന്നില്ലെങ്കിലും ചിലപ്പോൾ നോക്കിയാൽ കാണൂല. ഫലഹു സവാബുൻ, അതിന് കൂലിയും കിട്ടും, ലാമാലത്ത, സംശയമില്ല. എന്തുകൊണ്ട്, ഫൈന്ന സവാബ് ബിഹിസാഇൽ അസരി, ഈ ഇബാദത്തിന്റെ അസറിന്റെ മുഖാബിലാണ് സവാബ്. വകദാലിക്കൽ മഅസിയത്തിന്റെ ശരിയും ഇത് തന്നെയാണ്. വകം മിൻ ഫഖീഹിൻ യസ്തഹീനു ബിതഅതീലി യൗമിൻ വലൈലത്തിൻ വഹകദാ അലത്തവാലി യുസബ്ബിഹു നഫ്സഹു യൗമൻ. എത്രയോ ഫഖീഹുണ്ട്, ഫിഖ് പഠിക്കുന്ന ആൾ, ഒരു യൗമ് ഒരു ലൈലത്തുൽ ലീവായാലെന്താകും, സാരിയില്ലെന്ന് നോക്കും. സാരിയില്ല എന്ന് വെച്ച് 2 ദിവസം ലീവായില്ലേ, ഇനി 3 ദിവസം നോക്കും. അത് ഹാക്കഥ അലത്തവാലി യുസബ്ബിഹു നഫ്സഹു, നഫ്സിനെ പിന്തിപ്പിക്കും, യൗമൻ ഫയൗമൻ. അപ്പോൾ ടോട്ടലി ഒരാഴ്ച ലീവായി, ഏതൊരാഴ്ചയല്ലേ, ഇനി മാസം കണ്ട് കഴിഞ്ഞിട്ട്. ഇലാ യഖ്റുജ തബഅഹു അൻ ഖബൂലിൽ ഫിഖ്ഹി, പിന്നെ ഫിഖ് എന്നുള്ളത് തിരിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ചെറിയ ചെറിയ ദോഷങ്ങളെ നിസ്സാരമായി കാണുന്ന ആള് തൗബ ചെയ്യല് കൊണ്ട് പിന്നെ അലത്തവാലി. പക്ഷെ പെട്ടെന്നായിരിക്കും മരണം അവനെ കൊയ്തെടുക്കുക. ഒന്നിക്കിരി കൽബിന്റെ മേലെന്താക്കും, ദുനൂബിന്റെ കറ കട്ടി പിടിച്ചിരിക്കും. പിന്നെ തൗബ ചെയ്യാനും സാധിക്കില്ല. നമ്മളിലേക്ക് മനസ്സിലുണ്ടേ, ഇതിൽ ഖലീലു യദുഉ ഇലൽ കസീർ, ഖലീൽ എന്താക്കും, കസീറിലേക്ക് ക്ഷണിക്കും. ഫയസീറുൽ ഖൽബു മുഖയ്യിദൻ ബിസലാസിലി ശഹവാത്തിൻ, ശഹവാത്തിന്റെ ചങ്ങല കൊണ്ടെന്താക്കി, കൽബ് കുടുക്കിടപ്പെട്ടു. ലാ യുംകിനു തഖ്ലീസുഹു മിൻ മഖാലിബിഹാ, അതിന്റെ കുടുക്ക് ചങ്ങലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരും. വഹുവൽ മാന, ഇതാണ് മാനിയു ബിൻസിദാദി ബാബി തൗബ, തൗബന്റെ വാതിൽ അടച്ചു എന്ന് പറഞ്ഞ ഒരു വാതിലും ഒരു മരവും അതിന് ടവർ പോട്ടുണ്ടെന്നല്ല എൻ്റെ വായന. തൗബ എനിക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എന്താക്കി, ശകാവത്ത് വന്നുപോയി. ആ പായ നമ്മൾ മടക്കി വെച്ചെന്ന് അറിയില്ലേ, അവിടെ പായ ഉണ്ടാവില്ല, മടക്കലുണ്ടാവില്ല, അത് അവസാനിപ്പിച്ചെന്ന്. വഹുവൽ മുറാദു ബിഖൗലിഹി തആല വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ, മുമ്പിൽ കൂടിയുണ്ട് തടസ്സം, പിന്നിൽ കൂടിയുമുണ്ട് തടസ്സം. വലിദാലിക ഖാല റളിയല്ലാഹു തആല അൻഹു, അലി വിട്ടുവരും, ഇന്നൽ ഈമാന ലയബ്ദു ഫിൽ ഖൽബി, ഈമാന് കൽബിൽ വെളിപ്പെടും. നുക്തത്തൻ ബൈദാ, ഒരു വെളുത്ത കുത്ത്, വെളുത്തൊരു കുത്ത്. അതെന്താക്കും, കൊല്ലമസ്ദാദൽ ഈമാനോ, ഈമാൻ വർദ്ധിക്കും തോറും ഇസ്ദാദാലിക്കൽ ബയാദു, അതിൻ്റെ വെളുപ്പും വിശാലമായിട്ട് ഇങ്ങനെ വരും. അതൊരു പുള്ളിക്കുത്തായി. ഫൈദസ്തക്മലൽ അബ്ദുൽ ഈമാന, ഈമാനിനെ പൂർത്തിയാക്കിക്കൊണ്ടാന്നാൽ എബിയൽ കൽബ് കൊല്ലുഹു, കൽബ് മുഴുവനും വെളുത്തിട്ട് കാണാൻ കഴിയും. അല്ല മാനവിയായ ബയാദ്, നമ്മൾ നൂറ്റങ്കണക്കിന് ഹിസ്സിയായ ബയാദ് കണ്ടോളന്നില്ലല്ലോ. പക്ഷെ കുടുംബത്തിൽ നമ്മുടെ പ്രവർത്തനത്തിന് അനുഭവപ്പെടും, ഇരുട്ടത്ത് നടക്കുമ്പോൾ തോന്നുന്നു.
കറുത്ത പുള്ളിയായിക്കൊണ്ട് നിഫാക്ക് വെളിപ്പെടും. കൊല്ലമസ്ദാദൻ നിഫാഖു ഇസ്ദാദാലിക സവാദു. അതിപ്പം ഞാൻ പറഞ്ഞതിന് നേരെ അക്കസ് ഫൈദസ്തക്മലൻ നിഫാഖ, നിഫാക്ക് പൂർത്തിയായാൽ ഇസ്വദ്ദൽ ഖൽബു കുല്ലുഹു, കൽബ് മുഴുവനും കറുത്ത്. ഫൈദ അറഫ്ത, ഇനി പറഞ്ഞു അന്നൽ അഖ്ലാഖൽ ഹസനത താറതൻ തകൂനു ബിത്തബഹി വൽ ഫിത്ര. ഞാൻ മിഷൻ ആര് തുടങ്ങിയത് അള്ളാഹിൻ്റെ വക്കന് ഇലാഹിയ ജൂദ് കൊണ്ട് തബയിലും ഫിത്രത്തിലും ആവാം. വതാറതൻ തകൂനു ബിയത്തിയാദിൽ അഫ്ആലിൽ ജമീല വതാറതൻ ബിമുശാഹദത്തി അർബാബിൽ ഫിആലിൽ ജമീല. അപ്പോൾ 3 കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന് ഇലാഹിയ ജൂദ്, മറ്റെല്ലാത്തിനും ജൂദ് വേണം കേട്ടാ, പക്ഷെ വാസിത്ത ഇല്ലാണ്ടായി എന്നർത്ഥം. മറ്റൊന്നോ പതിവാക്കി മുജാഹദ, മറ്റൊന്നോ അർബാബിൻ്റെ കൂടെ കൂടിയിട്ട് വേറെ തന്നെ ശരിക്കും സുഹബത്ത് എന്ന് പറയാം. അതിലേക്ക് തന്നെ ശേഖന്മാർ പറഞ്ഞ സുഹബത്ത് അതാവോ മുസാഹബത്തി, അവരെ സുഹബത്ത് കൊണ്ടുപോകും. ഖുറനാ ഉൽ ഖൈർ, ആരാണ് അർബാബുൽ ഫിആൽ ജമീല? ഖുറനാ ഉൽ ഖൈർ ഇഖ്വാനുൽ സലാഹ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ഇത് തബ യസരിക്കുമിന തബഈന, ഒരു തബ മറ്റേ തബയും കട്ടെടുക്കുന്ന കള്ളൻ്റെ കൂടെ കൂടിയാ കക്കാൻ പഠിക്കും അല്ലേ? ചാര്യ മണക്കുമെന്ന് പറയില്ലേ? അതെ, അത് അഷറ വൽ ഖൈറ ജമിയ, ഖൈറായാലും കക്കും ഷറായാലും കക്കും, ചാര്യ മണക്കും. അപ്പം ഫമൻ തദാഹറത് ബി ഹഖിൽ ജിഹാദു സലാസത്തു. അപ്പം 3 തരീഖുകളെ പറഞ്ഞിട്ട്, ഒന്ന് ഇലാഹിയ ജൂദ്, 2 ഇവൻ്റെ കഠിനാധ്വാനം, 3 അങ്ങനെയുള്ള സുഹബത്ത്. ഇത് 3ഉം കൂടെ ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ ഫഖത്തമ്മ വളരെ ഫഖത്ത് മുർബിറ, അത് ബറാഹറാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ഹത്താ സാറ ദാ ഫളീലത്തിൻ തബഅൻ വഅതിയാദൻ വതഅല്ലുമൻ. 3 തരീഖ് കിട്ടി. ഒന്ന് അള്ളാഹിൻ്റെ ഫളീലത്ത്, മറ്റൊന്നോ ഇവൻ ആദത്താക്കിയത് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നിച്ചു കൂടി പഠിച്ചത്. വമൻ കാന റദിലം ബിത്തബഇ വത്തഫഖ ലഹു ഖുറനാഉ സൂഇ. ഇനി നേരെ തിരിച്ചു ആവാം. എങ്ങനെ? തബഇ തന്നെ മോശക്കാരനായി ഖുറനാഉ സൂഇനെ കൂച്ചും കിട്ടി, പിന്നെ കണ്ട് പഠിക്കുകയും ചെയ്താൽ ഫതയസ്റത അസ്ബാബു ശർ. തിരിച്ചു ഇനി ഹത്താ ഫഹുവ ഫീ ഗായത്തിൽ ബുഅദി മിനല്ലാഹി അസ്സ വജല്ല. ഇനി എന്തുണ്ട്? 2 കിട്ടിയ ആളുണ്ടാകും, 1 മാത്രം കിട്ടിയ ആളുണ്ടാകും. 1 മാത്രം അമ്പലി കിട്ടിയാൽ പിന്നെ ഓക്കെ. വബൈന റുതുബത്തൈനി മൻ ഇഖ്തലഫത് ഫീഹി മിൻ ഹാദിഹിൽ ജിഹാത്തി. ഈ പറയപ്പെട്ട 3 ജിഹത്ത് ഏതെല്ലാം സലിമ? ഒന്ന് ഇലാഹിയ ജൂദ് കൊണ്ട് ഫിത്രത്തിൽ തന്നെ ഉണ്ടാവുക, പടക്കപ്പെടുമ്പം തന്നെ. മറ്റൊന്നോ മുജാഹദ, മറ്റൊന്നോ സുഹബത്ത്. വലികുല്ലി ദറജത്തിൻ ഫിൽ ഖുർബി വൽ ബുഅദി ബിഹസ്ബി മാ തഖ്തദീഹി സൂറത്തുഹു വഹാലുഹു. ഇവൻ്റെ ഹാലും സൂറത്തും തീർന്നതനുസരിച്ച് കുറുബിലും ബുഅദിലും ഇടയ്ക്ക് വ്യത്യാസം വരും. പലേ ദർജകളാണ്. അപ്പോൾ ഒട്ടാകെ 3 എന്ത് പറഞ്ഞ്? ഒന്ന് ഷർട്ടിൻ്റെ ഫുള്ളായിട്ട് പറയും, പിന്നെ ഖൈറിൻ്റെ ഫുള്ളായിട്ടും പറയും. ഇനി വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആ മിസ്ഖാല ദർറത്തിന് അവിടെ തഫ്സീറിലെന്നൊക്കെ വന്നത് പൂജ്യത്തിൻ്റെ ജവാബ് പറഞ്ഞു. വമൻ യഅമലിന് ജവാബ് എന്താ വന്നത്? ജറഹു എന്നല്ലേ? ജറഹു എന്ന് പറയുമ്പോൾ തഫ്സീറല്ലാണ്ട് കാണുമോ? ഇനി പറയുന്നു വമാ അളലമഹുമുല്ലാഹ് വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഇവിടെ അള്ളാഹിൻ്റെ വെക്കുന്ന ഒരു ദുൽമം വന്നിട്ടില്ല. മിസ്കാല ദർറത്തിന് എന്നതാ കൊടുത്തത്? എന്തൊക്കെ മിസ്കാല ഹംബറത്തിന് യുളായിഫുഹ ആയിട്ടില്ല. ഇത് അതെ, ഇവനിക്ക് സൂ വന്നത് ഇവൻ്റെ സൂ കൊണ്ട് തന്നെ. അല്ല എല്ലാവരും നന്നാക്കാനല്ലേ ഉദ്ദേശമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അമ്പിയ മുർസലീങ്ങളെ അയക്കലും കിതാബ് ഇറക്കലും ഒക്കെ വേണം. അങ്ങനെ ഓറങ്ങനെ ജീവിച്ചോട്ടെ വെച്ചപ്പോഴോ അള്ളാൻ്റെ താല്പര്യം. ടൈമുണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താന്ന്, ഞങ്ങളെ തൊട്ടിട്ട് പോയി കണ്ടിട്ട് പോയാലോ തെർബിയത്താവൂല.